ലാലേട്ടൻ്റെ കൂടെ ആയിരുന്നു എപ്പോഴും എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കും, എപ്പോഴും ചോദിക്കും ഇതെന്താ അതെന്താ അങ്ങനെ എന്തെങ്കിലും എന്താ. ലാലേട്ടൻ എങ്ങനെ റെസ്പോണ്ട് ചെയ്യും? പറയല്ല, ലാലേട്ടൻ എന്തെങ്കിലും തിരക്കിൻ്റെ കിടക്കായിരിക്കും, പക്ഷെ ഇപ്പോൾ എന്നാലും എന്നെ കാണുമ്പോൾ ആ മോളെ ഇവിടുന്ന് മടിയിലിരുത്തും, ഫോണിലൊക്കെ കളിക്കാൻ തരും. ഫോണൊക്കെ ഞാൻ പൊട്ടിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ലാലേട്ടന്റെ ഫോണോ? ഞങ്ങളുടെ ഒരു സീനില്ലേ പുഷപ്പ് പൊസിഷൻ, അറിയാം, 3 പേരും കിടക്കും, ഞാനത് എടുക്കില്ല എന്ന് പറഞ്ഞായിരുന്നു. എന്താ? കിടന്ന് കരയായിരുന്നു ഞാൻ, കാരണം എനിക്ക് പേടിയായിട്ട്. ആരും പറഞ്ഞിട്ട് ഞാൻ കേട്ടില്ല. പിന്നെ അവസാനം ലാലേട്ടൻ കൊണ്ടുവന്ന് ഫോട്ടോ കാണിച്ചു തന്നു. ലാലേട്ടനും പ്രണവ് ചേട്ടനും ലാലേട്ടന്റെ കൂടെ ആരുണ്ടായിരുന്നു. ലാലേട്ടനാണ് കാമാക്കി ചെയ്യിപ്പിച്ചത് ഷോട്ട്. ലാലേട്ടൻ്റെ കൂടെ ഇരുന്നാലേ ഞാൻ കാമാവുള്ളായിരുന്നു ആ സമയത്ത്. അതൊക്കെ ഭയങ്കര ഹിറ്റല്ലേ? ആയിക്കോട്ടെ, പക്ഷെ അത് നമ്മുടെ റൗണ്ടിൽ പ്ലീസ് ഇതിനെ പറഞ്ഞ് ഞാൻ കരയും. എടാ കണ്ണു നിറഞ്ഞ്. കുഞ്ഞിലെ കാണിച്ച ഏതെങ്കിലും ഒരു കുരുത്തക്കേട് ഓർമ്മയുണ്ടോ? അതേ ചെയ്തിട്ടുള്ളൂ. ഒരു പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരെണ്ണം പറയും. അച്ഛന് ഷേവിങ് സെറ്റ് ഒക്കെ വെച്ച് ചെയ്യുന്ന കാരണം ഞാനും ആ ഒരു രസത്തിൽ ഇതൊക്കെ കണ്ടിരിക്കാറുണ്ട്. അമ്മച്ചനും ഓഫീസിൽ പോയിരിക്കുന്നു, ഷേവിങ് സെറ്റ് എടുത്ത് ഒറ്റ വരി മുറിഞ്ഞില്ലേ? ഇവിടുത്തെ സ്കിൻ മൊത്തം പോയി. ഞാൻ പിന്നെ വാഷിംഗ് മെഷീൻ്റെ ഉള്ളിൽ കയറി ഇരുന്നിട്ടുണ്ട്. വീട് പൂട്ടിയിട്ട് ഉള്ളിൽ ഞാൻ അയൺ ബോക്സ് ഒക്കെ വെച്ചിട്ട് വീടൊക്കെ ഏകദേശം കത്താറായ അവസ്ഥയിലൊക്കെ എത്തി. എന്റെ ദൈവമേ. അപ്പോൾ വൈശാഖങ്ങൾ എന്തോ ഷോർട്ട് ഒന്നും എടുത്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് വാഷ്റൂമിൽ പോകണമായിരുന്നു. ആ സമയത്ത് എന്നെ ആവശ്യമുണ്ട്. ഇവരെന്നെ ദുർഗ എവിടെ നിന്നപ്പോൾ ഞാൻ അവിടെ നിന്നിട്ട് എനിക്ക് ഒരു അങ്കിള് വാഷ്റൂമിൽ പോകുന്നു ചോദിച്ചു. അച്ഛൻ പറഞ്ഞറിയാട്ടത്. എനിക്ക് ഒരു അങ്കിള് വാഷ്റൂമിൽ നേരെ ചോദിച്ചു. ദിലീപേട്ടൻ വരെ ഇരുന്ന് ചിരിച്ചു. നമ്മൾ ഒരുമിച്ച് മറ്റേ ആഡ് ചെയ്തതല്ലേ, എനിക്ക് ഓർമ്മയുണ്ടെന്ന്. കുറേ ഞാൻ ടൂന ചേട്ടൻ നന്നായിട്ട് എന്നെ ഉപദ്രവിച്ചു. ടൂന ചേട്ടൻ ആദ്യമായിട്ട് ഫിലിം ഇൻഡസ്ട്രി കയറിയത് എൻ്റെ അച്ഛനായിട്ട്. വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഞാൻ കിങ്ങിണി. ഇന്ന് എൻ്റെ കൂടെ അതിഥിയായിട്ടിരിക്കുന്ന ആളെ നിങ്ങൾ പെട്ടെന്ന് കണ്ടാൽ നിങ്ങൾക്ക് അങ്ങനെ തിരിച്ചറിയാൻ പറ്റില്ല. അതിന് നമ്മളൊരു 9-10 കൊല്ലം പുറകോട്ട് പോകേണ്ടി വരും. ഒരു വലിയ ട്രാൻസിഷൻ കഴിഞ്ഞിട്ടിരിക്കുന്ന ആളാണ് എൻ്റെ മുന്നിലുള്ളത്. ഒരു പുലിമുരുകനിൽ ലാലേട്ടൻ്റെ മോളായിട്ട് വന്ന ആ ഒരു കൊച്ചു സുന്ദരി ഇപ്പോൾ വളർന്ന് വലിയ സുന്ദരി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാലതാരം ഒന്നും പഠിക്കാൻ പറ്റില്ല, നായികയായിട്ട് തന്നെ നമുക്ക് ചെയ്യണം. സോ ലെറ്റ് മീ വെൽക്കം ദുർഗ. വെൽക്കം ടു ദി ഷോ. ഹായ്. സുഖമല്ലേ? സുഖമായിട്ടിരിക്കുന്നു. സന്തോഷമായിട്ടിരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. ആ ഒരു കുഞ്ഞു കുട്ടിയാണ് ഈ ഒരു വലിയ കുട്ടിയെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ലൈക്ക് ഇന്റർവ്യൂവിന് വേണ്ടി വിളിച്ച് ഫോട്ടോസൊക്കെ കണ്ടെങ്കിൽ പോലും നേരിട്ട് കാണുമ്പോൾ ഞാനിങ്ങനെ അയ്യോ ഇത് ആ മോള് തന്നെ അല്ലേ എന്നാണ് നമ്മൾ നോക്കുന്നത് ആദ്യം. ഇപ്പോഴാണോ റീസെന്റ് ഇൻസ്റ്റയിലൊക്കെ കുറച്ച് ആക്റ്റീവ് ആയത്? ഞാൻ എൻ്റെ 10th കഴിഞ്ഞിട്ട് ഒരു വെക്കേഷൻ്റെ ഒക്കെ ടൈം ആയപ്പോഴായിരുന്നു ഐ ജസ്റ്റ് സ്റ്റാർട്ടഡ് പോസ്റ്റിംഗ്. ഓക്കെ, ഒരു രസത്തിന് വേണ്ടി ചെയ്തതാണ്. പെട്ടെന്ന് റീച്ച് ആയില്ലേ? പെട്ടെന്ന് ആൾക്കാർ തിരിച്ചറിയാൻ തുടങ്ങി. കുറച്ചുപേര് തിരിച്ചറിഞ്ഞു. ഓക്കെ, കറന്റ് ഇപ്പൊ എന്താ ചെയ്യുന്നത്? അത് നമ്മൾ ആദ്യം ചോദിക്കേണ്ടത്. കുഞ്ഞിക്കുട്ടി വലുതായി ഞാൻ പറഞ്ഞല്ലോ, ഇനിയിപ്പോ എന്താ ചെയ്യുന്നത്? ഞാനിപ്പോ 11th പഠിക്കുന്നത്. ഓക്കെ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ്. 11th ആയിട്ടുള്ളൂ. കുഞ്ഞിക്കുട്ടി ഒരുപാട് വലുതായിട്ടില്ല. പക്ഷെ എങ്കിലും പുലിമുരുകൻ ചെയ്യുമ്പോൾ എത്ര വയസ്സുണ്ടായിരുന്നു? ഫിലിം ചെയ്യുമ്പോൾ I was 6 years old. റിലീസ് ആയപ്പോൾ 7 years. അപ്പൊ നമുക്ക് പറയാം, ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു ട്രാൻസിഷൻ കറക്റ്റ് ആണ്. കുറച്ചധികം വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഓൾമോസ്റ്റ് 10 years ആയിട്ടല്ലേ? ഓൾമോസ്റ്റ്. എങ്ങനെയാണ് ഈ ഒരു കരിയറിലേക്ക് വന്നത് ദുർഗ? ആക്ച്വലി ഞാൻ ഫിലിം ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്ത് ഒരു 2.5 years ഒക്കെ ആയിരുന്നപ്പോഴായിരുന്നു. 2.5 വയസ്സിൽ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിൻഡർ ഗാർഡനിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ പ്രിൻസിപ്പൾ, ഞാൻ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മിമിക്കിങ്ങിൻ്റെ ആളാണ്. ഞാൻ ഈ രഞ്ജിനി ഹരിദാസിനൊക്കെ ഭയങ്കരമായിട്ട് മിമിക്കിയായിരുന്നു. അത് കണ്ടപ്പോൾ നമുക്ക് കാണാട്ടോ. ഇപ്പം എനിക്കറിയില്ല എനിക്ക് ചെയ്യാൻ പറ്റുന്ന, പക്ഷെ ആ സമയത്ത് ഭയങ്കര മിമിക്കിങ് ആയിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എൻ്റെ പ്രിൻസിപ്പളിന് ഭയങ്കര അതിശയം തോന്നി. കാരണം ബാക്കി പിള്ളേരെക്കാളും ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ഒരു കുട്ടി. അത് ഇപ്പം അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ എന്നെ അമ്മ അച്ഛനും അറിയാതെ കൊണ്ടുപോയതാണ് ഓഡീഷൻ. അമ്മ അച്ഛനും അറിയാതെ കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ടൊരു ഹോട്ടലിൽ വെച്ച് വീണ്ടും എന്തോ ഹൗസ്ഫുൾ എൻ്റെ ഫസ്റ്റ് മൂവിയുടെ ഓഡിഷൻ നടക്കുമായിരുന്നു. അപ്പം ആ സമയത്ത് ഞാനവിടുത്തെ ഫുഡ് കഴിക്കാൻ എന്തോ പോയതാ. അപ്പം അവിടെ ഒരു മിനിസ്റ്റർ സംതിങ്, ഹി വാസ് സിംഗിങ് എ സോങ് ഓർ സംതിങ്. അതുകൊണ്ടപ്പോൾ എൻ്റെ പണ്ടത്തെ സ്വഭാവം വെച്ച് ഞാൻ ഭയങ്കര എക്സ്ട്രോവേർട്ട് ആയിരുന്നു. ലൈക്ക് ഡാൻസിങ് ഇൻ ഫ്രണ്ട് ഓഫ് എവ്രി വൺ. ഞാൻ ഡാൻസ് ചെയ്യായിരുന്നു. ഈ മിനിസ്റ്റർ ആരോ പാടുന്ന പാട്ടിന് അവിടെ നിന്ന് സ്റ്റേജിന്റെ തൊട്ടായിരുന്നു ഡാൻസ് ചെയ്യായിരുന്നു. സോ എല്ലാ ക്യാമറാസും കൂടെ എന്നെ ഫോക്കസ് ചെയ്തു. അപ്പൊ മിനിസ്റ്റർ എന്നെ അങ്ങോട്ടേക്ക് വിളിച്ചിട്ട് യാസ്മി വിൽ യു സിംഗ്? ഞാൻ പറഞ്ഞു അങ്കിൾ ആദ്യം പാടാം എന്നിട്ട് ഞാൻ പാടാം. അങ്ങനെയൊക്കെ
അങ്ങനെ ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഹൗസ്ഫുള്ളിന്റെ ഡയറക്ടറിനൊക്കെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവരുണ്ടായിരുന്നു അപ്പൊ അവിടെ ഓഡിഷൻ നടക്കുമായിരുന്നു. നടക്കുന്ന ടൈമിൽ ഓഡീഷൻ ആയിട്ട് പോയതല്ല? അല്ല ഞാൻ ഫുഡ് കഴിക്കാൻ പോയതാ. ഓക്കെ, ഒരു ഒഡീഷനായിട്ട് പോയ ആളല്ല, പക്ഷെ അവിടെ ഫുഡ് കഴിക്കാൻ പോയി, അതിൽ സെലക്റ്റഡ് ആയി. അതെ, ബാക്കി ഒഡീഷൻ വന്ന കുട്ടികളൊക്കെ ഇപ്പൊ ആലോചിക്കുന്നുണ്ടാവും ഞങ്ങളും അങ്ങനെ വന്നാൽ മതിയായിരുന്നു. അത്രയും ഭയങ്കര എക്സ്ട്രോവേർട്ട് ആയിരുന്നു. ഭയങ്കര എക്സ്ട്രോവേർട്ട്. എന്നാ ഇപ്പൊ ഐ തിങ്ക് ഐ എം മച്ച് മോർ റിസർവ്ഡ്. സംസാരിക്കും. ആംബിവേർട്ട്. കൈൻഡ് ഓഫ്. ഓക്കെ. ഈ ഫസ്റ്റ് അപ്പം കിൻഡർ ഗാർഡനിൽ പഠിക്കുമ്പം പ്രിൻസിപ്പൾ കൊണ്ടുപോയി എന്ന് പറഞ്ഞല്ലോ ഓഡീഷന്. അത് എന്തിന്റെ ഓഡീഷനെ കൊണ്ടുപോയത്? ഒരു അഡ്വർടൈസ്മെന്റ് ആയിരുന്നു. എന്നിട്ട് അത് ചെയ്തിട്ടുണ്ടോ? ചെയ്തോ? ഞാൻ ഓൾമോസ്റ്റ് 100 അടുത്ത് അഡ്വർടൈസ്മെന്റ്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഞാൻ ഇൻട്രൊഡക്ഷനിൽ പുലിമുരുകന്റെ ലാലേട്ടന്റെ മോളെന്ന് പറയുന്ന സ്ഥാനത്ത് ഒരു സീനിയർ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നതാണ്. അത്രയും അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു അഡ്വർടൈസ്മെന്റ് അന്ന് കിട്ടിയ സമയത്ത് എങ്ങനെയാ അപ്പൊ ഫാമിലിയോട് പറഞ്ഞത്? അവരറിയാതല്ലേ കൊണ്ടുപോയെ? അല്ല, അച്ഛനും അമ്മയുടെ അടുത്ത് ഞാൻ ഇങ്ങനെ അഭിനയിക്കുന്ന കാര്യമൊക്കെ അച്ഛനും അമ്മയ്ക്ക് അറിയായിരുന്നു. ഞാൻ ഭയങ്കര ആൾക്കാരെ മിമിക്കുന്ന കാര്യം ഞാനായിട്ട് പറഞ്ഞില്ല, പ്രിൻസിപ്പളായിട്ട് എന്നെ പോയി പറഞ്ഞു. ഓക്കെ. എന്താ പിന്നെ ആദ്യം പറയാതെ കൊണ്ട് വിടും എന്നുള്ള പേടിയുണ്ടാ? അങ്ങനെയൊന്നുമല്ല, പെട്ടെന്നൊരു ഓഡിഷൻ നടക്കുന്നു എന്ന് അറിഞ്ഞു. അപ്പൊ അമ്മ ടീച്ചറായിരുന്നു. അപ്പൊ അമ്മ സ്കൂളിൽ പോവും, അച്ഛൻ ഓഫീസിൽ പോവും. സോ കിൻഡർ ഗാർഡനിലെ പ്രിൻസിപ്പൾ ഞാനിങ്ങനെ അവിടെ നടക്കുന്നുണ്ട്. ആ സമയത്ത് ഓഡിഷന് കൊണ്ടുപോയ സമയം ഭയങ്കര രസമാണ്. ഐസ്ക്രീം ഒക്കെ കഴിച്ച് മൊത്തം യൂണിഫോം മൊത്തം ഐസ്ക്രീം ആയിരുന്നു. എന്നിട്ട് എന്നെ കൊണ്ടുപോയതാ. അവർക്ക് അവിടെ വെച്ച് ഇഷ്ടപ്പെട്ടു. എല്ലാം ഭയങ്കര ഇങ്ങനെ റാൻഡം ആയിട്ട് നടക്കുന്നതല്ലേ? ഓക്കെ. അപ്പൊ അങ്ങനെയാണ് ഈ കരിയറിലോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ ഹൗ ലൈക് ഫിലിംസിലോട്ട് എങ്ങനെയാ വന്നത്? ഫിലിംസിലോട്ട് ഞാൻ പറഞ്ഞ ഹൗസ്ഫുള്ളിൽ നിന്നാണ് സ്റ്റാർട്ടിങ്. അത് കഴിഞ്ഞപ്പോൾ ഐ സൗണ്ട് തോന്നാം. അവിടെ അല്ല ഞാൻ ചോദിക്കട്ടെ, ഹൗസ്ഫുള്ളില് അപ്പൊ തന്നെ സെലക്ടഡ് ആയി, അപ്പൊ തന്നെ വീട്ടിലും ഒക്കെ ഓക്കെ ആയിരുന്നോ? അച്ഛനും അമ്മയ്ക്കും പ്രത്യേകിച്ച് വലിയ എതിർപ്പൊന്നും ഉണ്ടായില്ല. അല്ല, ഓഡീഷന് പോയതല്ലല്ലോ, അപ്പൊ അവരപ്പൊ തന്നെ സെലക്ട് ചെയ്യുമ്പോൾ ഒരു സർപ്രൈസ് ആയിപ്പോയി പെട്ടെന്ന്. ഈ അതർ ദാൻ ആക്ടിങ്, പാട്ട്, ഡാൻസ്, അങ്ങനെ എന്തൊക്കെ കഴിവുകളാണ് വേറെ ഉള്ളത്? പടം വരയ്ക്കും ഞാൻ, ചെറുതായിട്ടൊക്കെ ഡാൻസ് ചെയ്യും. പിന്നെ ഞാൻ NCCയിലുണ്ട്. സ്നൈപ്പർ NCC. ഓക്കെ, ഗുഡ്. ഞാൻ ഹൈലൈറ്റ്സിൽ ഏതൊരു ഫോട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ടൊക്കെ കിക്ക് ബോക്സിങ് ചെയ്യുമായിരുന്നു. ഇപ്പൊ ചെയ്യില്ല? ഇപ്പൊ ഞാൻ പഠിത്തം ഭയങ്കരമായിട്ട് പ്രശ്നമാവുന്നു, അക്കാഡമിക്സിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. ഓക്കെ, ഞാനത് നിർത്തി. ഓക്കെ. നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണോ? നന്നായിട്ട് പഠിക്കും. ടോപ്പർ ആണോ? അതെ, ഇപ്പൊ 10th എക്സാം കഴിഞ്ഞപ്പോ എനിക്ക് എല്ലാത്തിനും A1 ഉണ്ടായിരുന്നു. സകലകല വല്ലഭയാണ് എന്റെ മുന്നിൽ ഇരിക്കുന്നത്. ലൈക് നന്നായിട്ട് പഠിക്കും, പാട്ട് പാടി മിനിസ്റ്ററെ വരെ വീഴും, ഡാൻസിങ് അറിയാം, NCCയിലുണ്ട്, കിക്ക് ബോക്സിങ് അറിയാം, ആക്ട് ചെയ്യും, മിമിക് ചെയ്യും. എങ്കിലും അതുകൊണ്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുള്ള ആളല്ലേ. അഡ്വർടൈസ്മെന്റ് ചെയ്യും, ലൈക് അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നതും അല്ലാതുള്ള ആക്ടിങ് ഒക്കെ ഒരുപാട് ഡിഫറൻസ് ഉണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ ചെയ്യാന്ന് പറയുന്നത് ചെറിയൊരു കാര്യമില്ല, അതും ഈ ഒരു കുഞ്ഞു ഏജിൽ തന്നെ. ഓക്കെ, ഇനി ഫ്യൂച്ചർ പ്ലാൻ എന്താണ്? നായികയൊക്കെ ആയിട്ട് വരണം എന്ന് തന്നെയാണ്? ആക്ടിംഗ് ആണോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? ആക്ടിംഗ് ഒരു പാഷനാണ്, ബിക്കോസ് ഐ തിങ്ക് ഐ എം ഗുഡ് അറ്റ് ഇറ്റ്. അതൊരു പാഷനാണ്. പ്രൊഫഷൻ ഒക്കെ എടുക്കാൻ താല്പര്യമില്ല. പ്രൊഫഷൻ ആയിട്ട് എന്താ? ഐ എം പ്ലാനിങ് ഓൺ ഗോയിങ് ഫോർ സിവിൽ സർവീസ്. അമ്മ, അടിപൊളിയാണ്. ഓക്കെ, ഗുഡ്. എന്താ IAS ആണോ? ലൈക് IFS ആണ് താല്പര്യം? ഓക്കെ, മനസ്സിലായി. അപ്പൊ അതിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യണ്ടേ? തുടങ്ങി. ലൈക് എന്താ, എങ്ങനെയാ പ്രിപ്പയർ ചെയ്യുന്നത്? ഇപ്പൊ 11th 12th എന്തായാലും ഞാൻ ഹ്യൂമാനിറ്റീസ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ അതൊരു ബേസ് ആയിട്ട് പഠിക്കും. അലോങ് വിത്ത് വിച്ച് ഐ ഹാവ് ടു സ്റ്റഡി 6th തൊട്ടുള്ള സോഷ്യൽ ഫുൾ പഠിക്കണം. ഇപ്പൊ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ട് ലൈക് ഇത്രയും നല്ലൊരു പ്രൊഫഷൻ എടുത്തിരിക്കുന്നോണ്ടായിരിക്കും അല്ലേ കുറച്ച് ബാക്കി ഇപ്പൊ ഇൻസ്റ്റഗ്രാം ഒക്കെ ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾക്ക് 2ലും 3ലും പഠിക്കുന്ന കുട്ടികൾക്ക് വരെ സോഷ്യൽ മീഡിയ ഉണ്ട്, എല്ലാവർക്കും ഫോൺ ഉണ്ട്. എസ്പെഷ്യലി ആഫ്റ്റർ കോവിഡ് അവരെല്ലാവരും ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്മാർട്ട് ഫോൺ ഇല്ലാത്ത എല്ലാവർക്കും സ്മാർട്ട് ഫോൺ ഉണ്ട്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എല്ലാം ഉണ്ട്. അപ്പോഴാണ് ഇവിടെ ഒരാൾ വന്നിട്ട് പറയുന്നത്, അത്രയും ലൈക്ക് ആർട്ട് പരമായി ഇത്രയും കണക്റ്റഡ് ആയിട്ടുള്ള ഒരാൾ പറയുന്നത്, ഞാൻ +1 ആയപ്പോഴത്തേക്ക് 10th കഴിഞ്ഞപ്പോഴാണ് ഇൻസ്റ്റാഗ്രാം എടുക്കുന്നതെന്ന്. സോഷ്യൽ മീഡിയയിൽ വേറെ ഒന്നും യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറുണ്ടായിരുന്നില്ല. ഫേസ്ബുക്ക് ആണെങ്കിലും അച്ഛനും അമ്മയെന്ന് ഹാൻഡിൽ ചെയ്തോണ്ടിരുന്നു. ഇൻസ്റ്റാഗ്രാം ഒരു ടൈം വരെ അച്ഛനും അമ്മയും തന്നെയായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞപ്പോൾ 10th കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു രസത്തിന് ഞാൻ ലോഗിൻ ചെയ്തപ്പോൾ അച്ഛൻ്റെ ഉണ്ട് ഹാൻഡില്. ഓക്കെ, ഫൈൻ. അപ്പൊ ഈ ഫോട്ടോസും വീഡിയോസും ഒക്കെ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയില്ലേ? ഈ ഒരു ഫാൻ ബേസ് ഒക്കെ വന്നു തുടങ്ങിയില്ലോ, കുറെ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാ ഒരു എക്സ്പീരിയൻസ് എൻജോയ് ചെയ്യുന്നത്?
ഫസ്റ്റ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് റീല് വൈറലായ ദിവസം. ഞാൻ രാവിലെ ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റത്. ഒരു 10 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റു. സോറി, ലേറ്റ് ആണ്. അതൊരു പ്രശ്നം. രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ പെട്ടെന്ന് ഫോൺ തുറന്നപ്പോഴത്തേക്കും കുറേ ഫോളോവേഴ്സ്. ദൈവമേ, ഞാൻ അറിയാതെ എന്തെങ്കിലും ഇട്ടു. അപ്പം ഞാൻ പിന്നെ എടുത്ത് നോക്കിയപ്പോഴാണ് ഇങ്ങനെ ആൾക്കാർ എന്നെ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങി. ഫസ്റ്റ് റീച്ച് ആയത് റീലാണോ? റീലാണ് റീച്ച് ആയത്. അതൊരു എഡിറ്റ് ചെയ്ത് നേരെ റീലിലേക്ക് ആൾക്കാർ കണ്ടുപിടിക്കും. പെട്ടെന്ന് ഒരു ഞെട്ടലുണ്ടായി. ബട്ട് ഐ ഫെൽറ്റ് ഹാപ്പി. ഒരു കെയറും ലവും ഒക്കെ തിരിച്ചു കിട്ടിയത് പോലെ. ഇത്രയും നാൾക്ക് ശേഷം മെസ്സേജ് ഒക്കെ വന്നിട്ട് ആൾക്കാരുടെ വന്നിട്ടുണ്ട്. റെസ്പോണ്ട് ചെയ്തു? കുറച്ചുപേർക്ക് റെസ്പോണ്ട് ചെയ്തു. എന്ത് കൈൻഡ് ഓഫ് മെസ്സേജസ് ആണ്? കുറെ പേര് they appreciate me a lot. പണ്ടത്തെ വീഡിയോസ് ഒക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. And a lot of people who saw me, ഞാൻ ചെറുപ്പത്തിൽ എന്നെ കണ്ടിട്ടുള്ളവരൊക്കെ they reached out. അവരൊക്കെ എന്റെ പണ്ടത്തെ ഫോട്ടോസ് ഒക്കെ എനിക്ക് അയച്ചു തന്നു. അതല്ലാതെ കുറെ പേര് ചുമ്മാ മെസ്സേജ് ഒക്കെ പ്രപ്പോസൽസ് ഉണ്ട്. ഓക്കെ, എങ്ങനെ പ്രപ്പോസൽസ്? എന്താ ലൈക്ക് ഇഷ്ടപ്പെട്ടു, പണ്ടേ ഇഷ്ടമുണ്ടായിരുന്നു, അങ്ങനെയൊക്കെയാണോ? ചക്കി വരുന്നപ്പോ തൊട്ട് എനിക്ക് ഇഷ്ടമായിരുന്നു. അറിയത്തോലുണ്ടായില്ല അവർക്കപ്പോ. ചക്കി ലാലേട്ടന്റെ മോളായിട്ട് അഭിനയിച്ചപ്പോൾ ക്യാരക്ടർ നെയിം അപ്പോഴേ ഇഷ്ടമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊക്കെ നല്ല കോമന്റ് സെക്ഷൻ നല്ല രസമാണ് വായിക്കാൻ. ഓക്കെ, ഇത് അമ്മയോടൊക്കെ പറയൂ എന്നിട്ട് മെസ്സേജ് ഒക്കെ കാണാറുണ്ട്? റെസ്പോണ്ട് ചെയ്യില്ല? ഇല്ല, അവർ രണ്ടും കാണാറുണ്ട് എപ്പോഴും. ലൈക്ക് അവർ ഭയങ്കര സപ്പോർട്ടല്ലേ, ഭയങ്കര ഫൺ, അങ്ങനെ ഫണ്ണായിട്ട് എടുക്കുന്നതിന്. സീരിയസ് ആവേണ്ട സ്ഥലത്ത് സീരിയസ് ആവും. കുഞ്ഞു കുട്ടിയാണ്, ലൈക്ക് ഇപ്പൊ +1 ആയിട്ടേ ഉള്ളൂ. ചക്കി വളർന്നേ ഉള്ളൂ, ചക്കി വലിയ കുട്ടി ആയിട്ടില്ല. അതുകൊണ്ട് പ്രപ്പോസൽസ് ഒന്നും ഇപ്പൊ വേണ്ട. അമ്മ അടുത്തിരിപ്പുണ്ട്, അച്ഛൻ്റെ കയ്യിൽ അക്കൗണ്ട് ഹാൻഡിൽ ഉണ്ട്. മെസ്സേജ് അയക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അച്ഛൻ കണ്ടുപിടിക്കാതെ. ചക്കി മാത്രമല്ല മെസ്സേജ് കാണുന്നത്. അപ്പോൾ എല്ലാവരും നോക്കുക അതൊക്കെ. പണ്ടേ ഇങ്ങനെ ഭയങ്കര ഒരു സ്വീറ്റ് ആയിട്ട് സംസാരിക്കുന്ന, ഒരു സോഫ്റ്റ് സ്പോക്കൺ, അങ്ങനെ തന്നെയാണോ? നല്ല രസമുണ്ട് സംസാരിക്കുന്ന കാണാൻ തന്നെ. ഇങ്ങനെയൊക്കെ തന്നെയാണ്. സംസാരം കുറഞ്ഞു കുറച്ചും കൂടെ. ഇതിലും ഭയങ്കര ടോക്കറ്റീവ് ആയിരുന്നു ഞാൻ ചെറുപ്പത്തിൽ എക്സ്ട്രോവേർട്ട് ആയിരുന്നു അല്ലേ? എന്നെ മിണ്ടാതിരുത്താൻ പറ്റില്ല. അതുപോലെയായിരുന്നു. മോട്ടർ വെച്ചിരിക്കുന്ന പോലെ എല്ലാവരും എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയുന്നത്. സംസാരിക്കായിരുന്നു. കുഞ്ഞിലെ കാണിച്ച ഏതെങ്കിലും ഒരു കുരുത്തക്കേട് ഓർമ്മയുണ്ടോ? അതേ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഒരു പെട്ടെന്ന് ഓർമ്മ വരുന്ന ചെറുതായിരുന്നപ്പോ ലൈക്ക് അമ്മയ്ക്ക് അറിയാം, അച്ഛൻ ജോലിക്ക് ആയിരുന്നു. അപ്പൊ അച്ഛന് ഷേവിങ് സെറ്റ് ഒക്കെ വെച്ച് ചെയ്യുന്ന കാരണം ഞാനും ആ ഒരു രസത്തിൽ ഇതൊക്കെ കണ്ടിരിക്കുകയാണ്. അമ്മയച്ഛനും ഓഫീസിൽ പോയിരിക്കുന്നു. ഭയങ്കര ചെറുപ്പം, 3 വയസ്സായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? 3 വയസ്സ്. അപ്പോൾ ഞാൻ ഈ ഷേവിങ് സെറ്റ് വയ്ക്കുന്ന ഏറ്റവും മുകളിലത്തെ കബോർഡിലായിരുന്നു. ഞാൻ ചെയറൊക്കെ വലിച്ചിട്ട് മുകളിൽ കയറിയിട്ട് വൈറ്റും ഇട്ടിരിക്കുന്നു. ഓർക്കണം, ഷേവിങ് സെറ്റ് എടുത്ത് ഒറ്റ വലി മുറിഞ്ഞില്ലേ? ഇവിടുത്തെ സ്കിൻ മൊത്തം പോയി. സ്കിൻ പോയിട്ട് ഫുൾ ഡ്രസ്സിൽ ബ്ലഡ് ആയിരുന്നു. എന്നിട്ട് ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ബ്ലഡ് വേദന എടുക്കൂലേ? അറിയില്ലായിരുന്നു. ഞാൻ പിന്നെ വാഷിംഗ് മെഷീൻ്റെ ഉള്ളിൽ കയറി ഇരുന്നിട്ടുണ്ട്. ഓക്കെ, കൊള്ളാലോ. വീട് പൂട്ടിയിട്ട് ഉള്ളിൽ ഞാൻ അയൺ ബോക്സ് ഒക്കെ വെച്ചിട്ട് വീടൊക്കെ ഏകദേശം കത്താറായ അവസ്ഥയിലൊക്കെ എത്തി. എന്റെ ദൈവമേ, ആ ആളാണിപ്പോ കുറച്ച് മെച്ചോർഡായി എന്ന് പറയുന്നത്. നന്നായിട്ട് ഇനി ഭയങ്കരമായിട്ട്. ഇപ്പൊ റീസെന്റ് അങ്ങനെ കുരുത്തക്കേടൊന്നുമില്ല സ്കൂളിലൊന്നും? ഞാൻ പാവംകുട്ടിയാ. സ്കൂളില് ഏറ്റവും സൈലന്റ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ഫസ്റ്റ് ബെഞ്ചർ ആണോ? ഫസ്റ്റ് ബെഞ്ചർ അങ്ങനെയല്ല. ഞാൻ എന്താ പറയാ, എല്ലാ പരിപാടിക്കും ഉണ്ട്, എല്ലാ സംഭവത്തിനും ഒക്കെ പോവും. ഐ ടോക്ക് എ ലോട്ട് അറ്റ് സ്കൂൾ. സംസാരിക്കേണ്ട സ്ഥലത്ത് സംസാരിക്കും, അല്ലെങ്കിൽ ഉണ്ടല്ല. ഇല്ല, അപ്പൊ ഒരു പാവം കുട്ടിയാണ്. ആ ഒരു പുലിക്കുട്ടി പൂച്ചക്കുട്ടിയായിട്ട് മാറി. അങ്ങനെയൊന്നുമില്ല, ഇപ്പോഴും പുലിക്കുട്ടിയൊക്കെ തന്നെയാണ്. അത്ര മാറ്റമൊന്നും വന്നിട്ടില്ല. ഓക്കെ, നമുക്ക് പുലിമുരുകന്റെ വിശേഷങ്ങളിലോട്ട് എത്തണ്ടേ? അതെ, അതാണ് നമ്മുടെ ഒരു മേജർ കണ്ടന്റ് അല്ലേ? ഓക്കെ, എങ്ങനെയാണ് പുലിമുരുകനിലേക്ക് എത്തിയത്? പുലിമുരുകനിലേക്ക് എത്തിയത് ഞാൻ പുലിമുരുകന് മുന്നേ നമ്മുടെ എന്നും എപ്പോഴും മൂവിയില്ലേ, അതിന്റെ ഒരു ഓഡിഷന് പോയതായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് കിട്ടിയില്ല. അന്ന് ഞാൻ കുറേ കരഞ്ഞു, കാരണം എനിക്ക് ലാലേട്ടനോട് അഭിനയിക്കാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ കരഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും വൈശാഖികളുടെ കൂടെ ഞാൻ സൗണ്ട് തോമ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇഷ്ടംപോലെ ഫിലിംസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബിഫോർ ദാറ്റ് അതൊന്ന് പറഞ്ഞു പോവാം. ചെയ്തിട്ടുള്ള സിനിമകളുടെ ലിസ്റ്റ് ഒന്ന് വാരി വിതറും. എല്ലാവർക്കും ചക്കിയായിട്ടാണ് കൂടുതൽ അറിയുന്നത്. ഹൗസ്ഫുൾ, സൗണ്ട് തോമ, എസ്കേപ്പ് ഫ്രം ഉഗാണ്ട, അവതാരം, ഇതിനുമപ്പുറം, ഹല്ലേലൂയ, വീണ്ടും ഒരു കാതൽ കഥ, താങ്ക് യു, ചിൽഡ്രൻസ് പാർക്ക്, മാർഗംകളി, അങ്ങനെ എന്തോ പുലിമുരുകൻ കഴിഞ്ഞു. എന്റെ വിരല് കഴിഞ്ഞു. എത്ര ഫിലിംസ് ചെയ്തിട്ടുണ്ട് ടോട്ടൽ? ഓൾമോസ്റ്റ് 14 മൂവീസ് ചെയ്തിട്ടുണ്ട്. 14 മൂവീസ് ചെയ്തിട്ടുണ്ട്. അഡ്വർടൈസ്മെന്റ്സ് 100+. ഓക്കെ, ഗുഡ്. നമുക്ക് ഇനി നമുക്ക് പുലിമുരുകനിലേക്ക് എത്താം. ഓക്കെ, ഞാൻ വൈശാഖികളുടെ സൗണ്ട് തോമ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് എന്റെ സ്വഭാവം, ആ സമയത്ത് ഭയങ്കര ചെറുതായിരുന്നു. അപ്പോൾ അറിയാലോ, ഞാൻ നേരത്തെ പറഞ്ഞു ഭയങ്കര എക്സ്ട്രോവേർട്ട്,
കുറച്ച് കുരുത്തക്കേട് കുറുമ്പുള്ള ആള്, കുറച്ച് നന്നായിട്ട് നല്ല കുരുത്തക്കേടുള്ള ആള്. അപ്പോൾ വൈശാഖങ്ങൾ എന്തോ ഷോർട്ട് ഒന്ന് എടുത്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, എനിക്ക് വാഷ്റൂമിൽ പോകണമായിരുന്നു. അപ്പോൾ ആ സമയത്ത് എന്നെ ആവശ്യമുണ്ട്. അപ്പോൾ ഇവരെന്നെ ദുർഗ എവിടെ തപ്പോൾ ഞാൻ അവിടെ നിന്നിട്ട് എനിക്ക് ഒരു അങ്കിള് വാഷ്റൂമിൽ പോകുന്നതെന്ന് ചോദിച്ചു. അച്ഛൻ പറഞ്ഞറിയാട്ടത്. എനിക്ക് ഒരു അങ്കിള് വാഷ്റൂമിൽ നേരെ ചോദിച്ചു, എല്ലാരും അവിടെ നിന്ന് സെറ്റിൽ എല്ലാരും ഇരുന്ന് ചിരിച്ചു. ദിലീപേട്ടൻ വരെ ഇരുന്ന് ചിരിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പതുക്കെ ഈ എന്നും എപ്പോഴും കിട്ടിയില്ല അതിന്റെ സങ്കടത്തിലൊക്കെ പെട്ടെന്ന് ഇങ്ങോട്ടാണ് ഒരു കോള് വന്നത്. പുലിമുരുകനാന്ന് പറഞ്ഞില്ല, നേരെ ലാലേട്ടന്റെ ഇങ്ങനെ ഒരു മൂവി ഉണ്ട്, അപ്പൊ അതിനകത്ത് മോളൊന്ന് കൊണ്ടുവരുന്നോന്ന് ചോദിച്ചു. അച്ഛൻ ഓക്കെ എന്ന് പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞ് ഞാൻ അവിടെ കുറച്ച് നേരം ചുമ്മാ ഇരിക്കുന്നു. എനിക്ക് എന്താ സംഭവം ഒന്നും അറിയില്ലല്ലോ. ഓൾവേസ് പോലെ തന്നെ കുരുത്തക്കേടൊക്കെ കാണിച്ച് ഇങ്ങനെ നിൽക്കുന്നു. അന്ന് ഞാൻ കുറച്ചുകൂടി സൈലന്റ് ആയിരുന്നു. ഓക്കെ, എന്നാലും സംസാരിക്കും. അപ്പൊ അവിടെ ഇരുന്ന സമയത്ത് ലാലേട്ടൻ പെട്ടെന്ന് ഞാൻ ഓ മൈ ഗോഡ്. അപ്പോഴാണ് ഫസ്റ്റ് ലാലേട്ടൻ കണ്ടിട്ടുണ്ടായിരുന്നോ? ഇല്ല ഇല്ല ഇല്ല, അന്നാണ് ആദ്യമായിട്ട് ലാലേട്ടനെ കാണുന്നത്. പിന്നെ ലാലേട്ടന്റെ ഞാൻ കൊന്നില്ല. ലാലേട്ടൻ്റെ കൂടെ ആയിരുന്നു എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കും, എപ്പോഴും ചോദിക്കും ഇതെന്താ അതെന്താ അങ്ങനെ എന്താ ഇങ്ങനെ എന്താ. ലാലേട്ടൻ എങ്ങനെ റെസ്പോണ്ട് ചെയ്യും? പറയില്ല. ലാലേട്ടൻ എന്തെങ്കിലും തിരക്കിന്റെ കിടക്കായിരിക്കും, പക്ഷെ ഇപ്പോൾ എന്നാലും എന്നെ കാണുമ്പോൾ ആ മോളെ ഇവിടുന്ന് മടിയിലിരുത്തും, ഫോണിലൊക്കെ കളിക്കാൻ തരും. ഫോണൊക്കെ ഞാൻ പൊട്ടിച്ചിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ലാലേട്ടന്റെ ഫോണോ? അമ്മേ കൊള്ളാം. എന്നിട്ട് വഴക്കൊന്നും പറയില്ല? അയ്യോ, ഞാൻ ലാലേട്ടനുള്ള എക്സ്പീരിയൻസ് ചോദിക്കാൻ പോവായിരുന്നു. അപ്പൊ ആദ്യം തന്നെ പറഞ്ഞാൽ ലാലേട്ടന്റെ ഫോണൊക്കെ പൊടിച്ചിട്ടുണ്ട് എന്ന് സിമ്പിൾ ആയിട്ട് പറയുന്നത്. ലാലേട്ടൻ എന്റെ ചക്കീന്ന് തന്നെ വിളിച്ചോണ്ടിരുന്നത്? അല്ല, എന്റെ പേര് തന്നെ വിളിച്ചോണ്ടിരുന്നത്, കൂടുതൽ മോളേന്ന് വിളിച്ചോണ്ടിരുന്നത്. ആക്ച്വലി എന്റെ ഒരു അച്ഛനെ പോലെ തന്നെ എനിക്ക് തോന്നിയത്. കാരണം അച്ഛൻ ഓഫീസിലൊക്കെ പോകുമ്പോഴത്തേക്കും മെജോറിറ്റി ഓഫ് ദ ടൈം ഞാൻ ആ കാട് പോലത്തെ സ്ഥലത്തുള്ളായിരുന്നു. എവിടെയായിരുന്നു ഷൂട്ടിംഗ് നടന്നത്? പൂയംകുട്ടി. ഓക്കെ. അപ്പൊ അവിടെ കാമിലാനിയന്തി, ലാലേട്ടൻ, വിനുചേട്ടൻ അങ്ങനെ എല്ലാവരുടെ ഒപ്പം ആയിരുന്നു എന്റെ ടൈം. ലാലേട്ടൻ തന്നെയല്ലേ വിളിച്ചേ? വിളിച്ചോണ്ടിരുന്നത്. അപ്പൊ ലാലേട്ടൻ തന്നെ എപ്പോഴും എന്താ പറയുക, അച്ഛനെ പോലെ തന്നെ ആയിരുന്നു. കൊണ്ടുനടക്കുക, എവിടെ പോകുമ്പോഴും എന്നെയും പിടിച്ചുകൊണ്ട് പോകും, അങ്ങനെയൊക്കെ ആയിരുന്നു. ഏറ്റവും ഇഷ്ടമുള്ള ഒരു മോസ്റ്റ് ബ്യൂട്ടിഫുൾ മൊമെന്റ് ഏതാ ലാലേട്ടനുമായിട്ടുള്ള? എനിക്കിപ്പോഴും ഓർമ്മയുള്ള മൊമെന്റ് ഞങ്ങളുടെ ഒരു സീനില്ലേ, സോങ് കണ്ടിട്ടുണ്ടെങ്കിൽ പുഷപ്പ് പൊസിഷൻ, മൂന്നുപേരും കിടക്കും. ഞാനത് എടുക്കില്ല എന്ന് പറഞ്ഞായിരുന്നു. കിടന്ന് കരയായിരുന്നു ഞാൻ, കാരണം എനിക്ക് പേടിയായിട്ട്. എപ്പോഴാണെങ്കിലും തെന്നി വീഴാം, വീട് കഴിഞ്ഞാൽ എന്താവും. എന്നാലും ലാലേട്ടന്റെ കൂടെ അല്ലേ അത് ഭയങ്കര അച്ഛനമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി കാണൂല അങ്ങനത്തെ ഷോട്ടൊക്കെ പറഞ്ഞപ്പോ? അപ്പോഴാണ് ഇവിടെ ഒരാൾ കിടന്ന് കരയായിരുന്നു. എന്നിട്ട് എങ്ങനെ കൺവിൻസ് ചെയ്തു? ആരും പറഞ്ഞിട്ട് ഞാൻ കേട്ടില്ല. പിന്നെ അവസാനം ലാലേട്ടൻ കൊണ്ടുവന്ന് ഫോട്ടോ കാണിച്ചു തന്നു. ലാലേട്ടനും പ്രണവ് ചേട്ടനും ലാലേട്ടന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അവരൊരു പുഷപ്പ് പൊസിഷനിൽ ഇതുപോലെ നിൽക്കുന്നത് എന്നെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഞാൻ കണ്ടുകൊണ്ടിരുന്നു. എനിക്കിങ്ങനെ കഥകളൊക്കെ പറഞ്ഞു തന്നു. ഒന്ന് കാമായി. ലാലേട്ടനാണ് കാമാക്കി ചെയ്യിപ്പിച്ചത് ഷോട്ട്. ലാലേട്ടനോട് ഇരുന്നാലേ ഞാൻ കാമാവുള്ളായിരുന്നു ആ സമയത്ത്. ആണോ? എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്റെ ദൈവമേ, ഇതൊക്കെ കേൾക്കുമ്പോ തന്നെ ആയിക്കൊള്ളാം, രസമുണ്ട്. പിന്നെ അതാണ് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മൊമെന്റ്. ലാസ്റ്റ് അത് ചെയ്തു, കരഞ്ഞൊന്നുമില്ല. പിന്നെ ലാലേട്ടൻ എപ്പോഴും ഞങ്ങൾക്ക് ഒരേ ഹോട്ടലിലായിരുന്നു താമസിച്ചിരുന്നത്. പക്ഷെ ലാലേട്ടൻ്റെ അടുത്തായിരുന്നു എപ്പോഴും ഞാൻ. ഫുൾ ടൈം ലാലേട്ടൻ്റെ കൂടെ ആയിരുന്നു. വഴക്കൊന്നും പറഞ്ഞിട്ടില്ല? ഇല്ലല്ലോ, ഒന്നും പറഞ്ഞു. പാവമായിരുന്നു. ഇപ്പൊ ആലോചിക്കുമ്പോ എന്നെ എങ്ങനെ സഹിച്ചു. അതിനുശേഷം പിന്നീട് കണ്ടിട്ടുണ്ടോ പുലിമുരുകൻ? കണ്ടിട്ടുണ്ട്. ഇപ്പം ഈ ഒരു പ്ലസ് വൺ ഒക്കെ ആയാലും ഈ ഒരു ഗ്രോൺ ആയി കഴിഞ്ഞിട്ട് കണ്ടിട്ടുണ്ടോ? നേരിട്ട് ഞാൻ കണ്ടില്ല, കാരണം ഞാൻ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങാറില്ലായിരുന്നു. 10th വരെ നന്നായിട്ട് പഠിക്കുക അങ്ങനെ ഒരു രീതിയിലിരിക്കുകയായിരുന്നു. സോ പിന്നെ എപ്പോഴാ ലാസ്റ്റ് കണ്ടത് ഫിലിം കഴിഞ്ഞിട്ട്? കുറെ നാളായോ? ലാലേട്ടൻ്റെ സംസാരിക്കാറുണ്ട്, അത് കഴിഞ്ഞിട്ടും ടെക്സ്റ്റ് ചെയ്യും. ലാലേട്ടന്റെ കൂടെ വർക്ക് ചെയ്യുന്നവരുമായിട്ടൊക്കെ അച്ഛന് കോണ്ടാക്ട് ഉണ്ട്. ലാലേട്ടനായിട്ട് സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. നേരിട്ട് കണ്ടിരിക്കുന്ന കുറവാ അല്ലേ? ഓക്കെ. ഇപ്പൊ കണ്ടാൽ എങ്ങനെയാ? ചക്കിയാന്ന് പറഞ്ഞിട്ട് ഓടി ചെല്ലുവോ? എന്താ ചെയ്യാ? പക്ഷെ തിരിച്ചറിയാറുണ്ട് കണ്ടു കഴിഞ്ഞാൽ. ആണോ? എന്നെ മുടി വെച്ച് ഭയങ്കരമായിട്ട് തിരിച്ചറിയും. എപ്പോഴും എന്നോട് പറയും മുടി വെട്ടി ഞാൻ വിഗാക്കും. അങ്ങനെ പറയും? അത് ഫോട്ടോ ഉണ്ട് അതിന്റെ, എന്റെ മുടി ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന ഫോട്ടോ. ഓക്കെ. ലൈക്ക് ആക്ടിങ്ങിൽ ഇനി ഇപ്പൊ കണ്ടിന്യൂ ചെയ്യുമ്പം ലൈക്ക് ഇപ്പോഴും പ്ലസ് വൺ തന്നെയാണല്ലോ, അപ്പൊ ഒരു മോളുടെ ക്യാരക്ടേഴ്സ് അങ്ങനത്തെ ഒക്കെയാണോ താല്പര്യം? അതോ ഇനി ഇപ്പൊ എന്തായാലും റീ എൻട്രി ചെയ്യുമ്പോഴത്തേക്ക് നായിക അതുപോലൊക്കെ ചെയ്യാനാണോ താല്പര്യം? അങ്ങനെയല്ല, നല്ല റോൾ ഏത് കിട്ടിയാലും നമ്മൾ ചെയ്യും, അത്രേ ഉള്ളൂ. ഇന്ന രീതിയിൽ മാത്രമേ ചെയ്യുന്നൊന്നുമില്ല, നല്ല റോളായിരിക്കണം. അതിനുശേഷം ലൈക്ക് ഇപ്പൊ റീസെന്റ് ഒക്കെ അങ്ങനെ വരാറുണ്ടോ ഫിലിമിൽ നിന്ന് ഓപ്പർച്യൂണിറ്റീസ്? വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ 10th പഠിച്ചോണ്ടിരുന്നപ്പോ വന്നായിരുന്നു. ലൈക്ക് ഐ വാസ് നോട്ട് വെരി ആക്റ്റീവ് ഓൺ സോഷ്യൽ മീഡിയ, പക്ഷെ എനിക്ക് വന്നായിരുന്നു കുറെയൊക്കെ. തമിഴിൽ നിന്നൊക്കെ വന്നായിരുന്നു, ബട്ട് ഐ ഡിഡ്ന്റ് ഡു ഇറ്റ്. എല്ലാം റിജക്ട് ചെയ്തു. ഇനിയിപ്പോ എപ്പോഴാണ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ ഒരു പ്ലാൻ?
അറിയില്ല, നല്ലൊരു സംഭവം വന്നാൽ ചെയ്യും. എപ്പോഴാണെങ്കിലും ചെയ്യും. ഓക്കെ. ഈ ഒരു +2 ഒക്കെ കഴിഞ്ഞിട്ട് ഉണ്ടാവുള്ളൂ, അത് സ്കൂളിൽ നടക്കുമ്പോൾ തന്നെ സ്കൂളിൽ നടക്കുമ്പോൾ തന്നെ ചെയ്യും? കുഴപ്പമൊന്നുമില്ല. നല്ല റോള് വന്നാൽ എന്തായാലും ചെയ്യും, അപ്രോച്ച് ചെയ്യും, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നമ്മൾ ഇത്തിരി കുറച്ച് വിശേഷമൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ചെറിയൊരു ഗെയിമിലോട്ട് പോവാം. ഓക്കെ. ഇതിലൊരു 5 നോട്ടുണ്ട്. ഇതിൽ ഒരു ടാസ്ക് ആണ് എഴുതിയിരിക്കുന്നത്. 5ലും ഡിഫറെന്റ് ആണ്. ഒരു 3 എടുത്താൽ മതി. അതിൽ കൂടുതൽ നമുക്ക് അപ്പോൾ എന്റർടൈൻഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 5 ജയിപ്പിക്കാം. ഒരു 3 എടുത്താൽ മതി. ഓക്കെ. ഇൻ കേസ് വായിക്കാൻ പറ്റിയില്ലെങ്കിൽ തിരിച്ചു തന്നാൽ മതി. ആ കൊണ്ടുള്ള ലാലേട്ടന്റെ 5 സിനിമകൾ. ആ എന്ന അക്ഷരം കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സ്വന്തം ലാലേട്ടന്റെ ചക്കിയുടെ അച്ഛന്റെ 5 സിനിമയുടെ പേരുകൾ. 6-ാം തമ്പുരാൻ. ഓക്കെ. കിട്ടും. ടൈം തരാം. ഒരു 3 പറയും. 6-ാം തമ്പുരാൻ. പിന്നേതള്ളേ ഏതോ ഉള്ളേന്നോ ഈശ്വരാ. പെട്ടെന്ന് ചോദിക്കുമ്പോ പെട്ടെന്ന് ക്ലിക്കാവില്ല, ടെൻഷൻ ആവുന്നു. പോയി. അദ്വൈതം, അക്കരെ ആറാട്ട്, അങ്ങനെ എത്ര സിനിമകൾ. പോട്ടെ, നെക്സ്റ്റ് ടാസ്ക്. ഇതിപ്പോ നമുക്കൊരു 3-4 ചെയ്യിപ്പിക്കേണ്ടി വരും കേട്ടോ. അടുത്ത് പോരട്ടെ. എല്ലാ ചോദ്യത്തിനും ക എന്ന അക്ഷരം വെച്ച് മറുപടി പറയേ. എന്ത് ഞാൻ ചോദിച്ചാലും യു ഷുഡ് റിപ്ലൈ വിത്ത് ലൈക്ക് സ്റ്റാർട്ടിംഗ് ലെറ്റർ ക ആയിരിക്കണം. ഓക്കെ, സ്റ്റാർട്ട്. എവിടെയാ വീട്? കാക്കനാട്. ഓ, കറക്റ്റ് ആയിട്ട് കിട്ടിട്ടോ. ഇപ്പൊ എന്താ ചെയ്യുന്നേ? കുടിക്കുന്നു. എന്താ കുടിക്കുന്നേ? കോള. ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം എന്താ? കുർക്കുറെ. കുർക്കുറയാണ് ഏറ്റവും ഇഷ്ടം. ഇപ്പൊ എന്താ ഇട്ടിരിക്കുന്ന ഡ്രസ്സ്? കളറുള്ള ഡ്രസ്സ്. ഏത് കളറാ ഇത്? കളറുള്ള ഡ്രസ്സ്. ഏത് കളറാ ഇത്? കളർ പിങ്ക്. കളർ പിങ്ക്. ബുദ്ധിയുണ്ട് കുട്ടിക്ക്. ഏറ്റവും ഇഷ്ടമുള്ള ഒരു ട്രാവൽ ഡെസ്റ്റിനേഷൻ? കൊറിയ. പേരെന്താ? പോയി. ഇത്രയും ടഫാണോ? വേറെ ഏതെങ്കിലും അക്ഷരം വേണോ? വേറെ അക്ഷരം വന്നു. ഏതാ ചൂസ് ചെയ്തോ? പായോ? വെരി സിമ്പിൾ. ഓക്കെ. പേരെന്താ? പ്രേംചന്ദ് ദുർഗ. ഓ, തിരിച്ചാക്കി. ഓക്കെ, ഫൈൻ. എന്താ ഭാവിയിൽ അംബീഷൻ എന്താ? പോലീസ്. ഓക്കെ, കൊള്ളാം. ആള് കളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇഷ്ടമുള്ള ഭക്ഷണം? പനീർ. ഓക്കെ. ഈ ഡ്രസ്സിന്റെ കളർ എന്താ? പിങ്ക്. എനിക്ക് ഞാൻ ചമ്മി. പോട്ടെ. ലക്കി നമ്പർ? 15. മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ കൂടെ പറയാം കേട്ടോ. അച്ഛന്റെ പേര് പറയണ്ട, എനിക്കറിയായിരുന്നു. അമ്മയുടെ പേരെന്താ? പ്രേംജിത്ത് അർച്ചന. ഓക്കെ. എന്താ ഇങ്ങോട്ട് വന്നത് ഏത് വണ്ടിയിലാ? പോഷ്. ആഗ്രഹിക്കാലോ, കുഴപ്പമില്ല. ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേരെന്താ? അയ്യോ, പാർത്ഥിവ്. ഇഷ്ടമുള്ള സബ്ജക്ട്? സൈക്കോളജി. സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, കുഴപ്പമില്ല. അത്യാവശ്യം നന്നായിട്ട് മുന്നോട്ട് പോയി. ഓക്കെ, അത് കഴിഞ്ഞു. നെക്സ്റ്റ്. സിനിമയെ പറ്റി 2 മിനിറ്റ് സംസാരിക്കുക മലയാളത്തിൽ. ഇംഗ്ലീഷ് ഇടയ്ക്ക് വരാനേ പറ്റില്ല. ഇംഗ്ലീഷ് ഒന്ന് അപ്പ് ഔട്ടാ. അപ്പൊ ഒന്നും കൂടെ വേറെ ടോപ്പിക്കിനെ പറ്റി ഫ്രം സ്റ്റാർട്ടിങ് തുടങ്ങേണ്ടി വരും. അയ്യോ. ഓക്കെ, സ്റ്റാർട്ട്. സിനിമ ഒരു കലയാണ്. നമുക്ക് എല്ലാവർക്കും ഏറെ ഇഷ്ടപ്പെട്ട ഒരു കലയിലാണിത് ഉള്ളത്. നമുക്ക് ഏറെക്കുറെ ഇഷ്ടപ്പെട്ട നടന്മാരും നടിമാരും ഒക്കെ പല രൂപത്തിലും ഭാവത്തിലും ഒക്കെ നമ്മുടെ മുന്നിൽ വരുന്നുണ്ട് സിനിമകളിലൂടെ. മലയാള സിനിമ തന്നെ ഒരു വ്യത്യസ്തമായ ഒരു ഇതാണ്. കാരണം ഇതാണ് ബാക്കി സിനിമകളെ പോലെ നമ്മൾ ഒരു കുടുംബം പോലെയാണ് മലയാള സിനിമയിലെല്ലാവരും. എനിക്ക് മലയാള സിനിമ ഭയങ്കര ഇഷ്ടമാണ്. ഇതിൽ കൂടുതൽ ഞാൻ മലയാളം പറഞ്ഞ എല്ലാവരും എന്നെ ട്രോളും. ഇത് തന്നെ ധാരാളം. നാളെ എനിക്ക് മിക്കവാറും ട്രോൾ ഇറങ്ങും. ഓക്കെ, ഗുഡ്. കഷ്ടപ്പെട്ട് പറഞ്ഞു കേട്ടോ. ഒന്നും വന്നില്ല, ഇംഗ്ലീഷ് വേർഡ്സ് ഒന്നും വന്നില്ല. വരും. ഇതിപ്പോ ഞാൻ ഇംഗ്ലീഷിൽ പറയാൻ പറഞ്ഞാൽ കുറച്ചും കൂടെ സിമ്പിൾ ആയിരുന്നു, പെട്ടെന്ന് പോയാനെ. അത് വേണ്ട, അതുകൊണ്ട് ഞാൻ മലയാളം തന്നെ. ഓക്കെ. എടാ, കുറേ വലിയ വലിയ സ്റ്റാർസിന്റെ കൂടെ ഒക്കെ ആക്ട് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഞാനിപ്പം ജസ്റ്റ് കുറച്ച് ആൾക്കാരുടെ പേര് പറയാം. ലൈക്ക്
ഒന്നെങ്കിലും ഒരു സിംഗിൾ വേർഡ് ഒരു സിംഗിൾ സെന്റൻസ് അവരെ പറ്റിയിട്ട്, കൂടുതലൊന്നും പറയരുത്. ഓക്കെ, ജസ്റ്റ് ഓർമ്മ വരുന്ന അവരുടെ പേര് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്ന. എന്നോടൊരു കാര്യം ചോദിച്ചാൽ എസ് എഴുതുന്ന ആളോട് അല്ല ഒരു വാക്കിൽ. ഓക്കെ, ഒരു സിംഗിൾ സെന്റൻസിൽ ഒതുക്കിക്കോ എന്നാ പോട്ടെ. ഓഫ് കോഴ്സ്, ലെറ്റർ. തെസ്പിയൻ. ഓക്കെ. ദിലീപ്. ബെസ്റ്റസ്റ്റ് ഹ്യൂമൻ. ബെസ്റ്റസ്റ്റ് ഹ്യൂമൻ. ഓക്കെ. ടിനി ടോം. ചിൽ. ചിൽ. പൃഥ്വിരാജ്. വെരി എഡ്യൂക്കേറ്റഡ്. ഓക്കെ. ജയസൂര്യ. ഫൺ. ടോവിനോ. കംഫർട്ടബിൾ. കംഫർട്ടബിൾ. ഓക്കെ. ജോജോ. ബെസ്റ്റ് അങ്കിൾ. ബെസ്റ്റ് അങ്കിൾ. ഓ ഓക്കെ. റീമ കല്ലിങ്കൽ. അമ്മ. ആ ഓക്കെ. സുരാജേട്ടൻ. ബഡീസ്. ബാല. ഫാമിലി മെമ്പറിനെ പോലെ. ഷെർഫുദ്ദീൻ. വെരി നൈസ് ഹ്യൂമൻ ബീയിങ് ആൻഡ് എ ഗ്രേറ്റ് ആക്ടർ. ഗ്രേറ്റ് ആക്ടർ. ഓക്കെ ഫൈൻ. നിക്കി കൽറാണി. വെരി പ്രിറ്റി. യാ ഷുവർ. ഇഷ തൽവാർ. ബ്യൂട്ടിഫുൾ. നമിത പ്രമോദ്. ഷീസ് അമേസിങ്. ഓക്കെ. എല്ലാവരും പറ്റിയിട്ടും കുറേ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ വരുന്നുണ്ടല്ലേ പറയുമ്പോഴത്തേക്ക്. എനിക്ക് ഭയങ്കരമായിട്ട് നോട്ടീസ് ചെയ്തതാണ് ജോജോ. എന്താണ് ബെസ്റ്റ് അങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? എസ്കേപ്പ് ഫ്രം യുഗാണ്ട എന്ന് പറയുന്ന മൂവിയിലാണ് ഞാൻ ആദ്യമായിട്ട് ജോജോങ്ങളോട് അഭിനയിക്കുന്നത്. ആ സമയത്ത് കുറെ മെമ്മറീസ് ഉണ്ട്. അവിടെ ഞങ്ങൾ യുഗാണ്ടയിലായിരുന്നു ഫുൾ ഷൂട്ട്. യുഗാണ്ടയിലായിരുന്നു ഷൂട്ട്. ഞങ്ങൾ 5 മലയാളം ആക്ടേഴ്സ് മാത്രമേ ഉണ്ടായുള്ളൂ. ബാക്കി എല്ലാം യുഗാണ്ടൻ ആൾക്കാരായിരുന്നു. അവിടെ ചെന്ന് ഞാൻ അവരുടെ ഭാഷ പഠിച്ചു. അറിയും ഇപ്പൊ എന്നോട് ചോദിക്കരുത്, എന്തെങ്കിലും കിട്ടാനിരിക്കുകയാണ്. എന്തെങ്കിലും കിട്ടുമ്പോൾ ചോദിക്കണ്ടേ. അപ്പൊ അവിടെ ജോജോകളും അച്ഛനും നല്ല കൂട്ടായിരുന്നു അവിടെ വെച്ച്. എങ്ങനെയെന്ന് എനിക്കറിയില്ല. അവിടെ ഒരു സീൻ ഉണ്ടായിരുന്നു, ആ ഫിലിം കണ്ടവർക്കറിയാം. ഒരു കാർ ഓടിച്ചു പോയിട്ട് ഒരു എയർക്രാഫ്റ്റിന്റെ അവിടെ എന്നെ കൊണ്ട് ആക്കുന്നത്. ജോജോകള് കാർ ഓടിച്ചു, ഫ്രണ്ടില് ഫ്ലൈറ്റിന്റെ എന്തോ സംഭവം ഉണ്ടായിരുന്നു. ഒറ്റടി വണ്ടിയിൽ ഞാനിരിക്കുന്നു, ജോജോങ്ങളും ഇരിക്കുന്നു. എയർ ബാഗ് ഒക്കെ പുറത്തേക്ക് വന്ന് ഭയങ്കര പ്രശ്നമൊക്കെ ആയിരുന്നു. പക്ഷെ അപ്പോഴും ഞാൻ ചിരിച്ചോണ്ടായിരിക്കുന്നത്. എപ്പോഴും ഇങ്ങനെ ചിരിച്ചിട്ടായിരിക്കും? എപ്പോഴും ചിരിച്ചോണ്ടിരിക്കുന്നത്. ഇഞ്ചുറീസ് എന്തെങ്കിലും ഉണ്ടായോ? ഇല്ലല്ലോ, ഒന്നും പറ്റില്ല. എയർ ബാഗ് കറക്റ്റ് ടൈം വന്നോണ്ട് അപ്പൊ തന്നെ അങ്കിൾ എന്നെ എടുത്തോണ്ട് അയ്യോ മോളെ കുഴപ്പമുണ്ടോ എന്നൊക്കെ പറഞ്ഞു. ഞങ്ങള് നല്ല കൂട്ടായിരുന്നു വേണ്ട ടൈമില്. ഓക്കെ. ഇപ്പോഴും ഇവര് ഈ പറഞ്ഞ ഞാൻ ചോദിച്ച ആർട്ടിസ്റ്റുകൾ എല്ലാവരുമായിട്ട് ഇപ്പോഴും കോണ്ടാക്ട് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ടോ? അച്ഛൻ അവരായിട്ട് അടുപ്പമൊക്കെ ഉണ്ട്. ഞാൻ അങ്ങനെ സംസാരിക്കാറുണ്ട്, പക്ഷെ ഇടയ്ക്ക് സംസാരിക്കും. ആൻഡ് ടോവിനോ ചേട്ടൻ്റെ ഒക്കെ എന്നെ പണ്ട് ലൈക്ക് ഫ്യൂ ഇയേഴ്സ് ബാക്ക് ഞങ്ങൾ കണ്ടപ്പോൾ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു, നമ്മൾ ഒരുമിച്ച് മറ്റേ ആഡ് ചെയ്തതല്ലേ, എനിക്ക് ഓർമ്മയുണ്ടെന്ന്. ആണോ? ഇങ്ങോട്ട് ഓർത്ത് കുറേ ഞാൻ ടോവിനോ ചേട്ടൻ നന്നായിട്ട് എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്. ആഡ് ചെയ്യില്ല എന്ന് വരെ ഞാൻ പറഞ്ഞു. ചെറുപ്പത്തിൽ ഭയങ്കര ചെറുതായിരുന്നപ്പോഴായിരുന്നു. ടോവിനോ ചേട്ടൻ ആദ്യമായിട്ട് ഫിലിം ഇൻഡസ്ട്രി കയറിയത് എൻ്റെ അച്ഛനായിട്ടാണ്, ഒരു ആഡില്. ഒരു ആഡില് ഞാൻ ചെറുപ്പത്തിൽ ചെയ്ത ഒരു ആഡില്. എത്ര വയസ്സുള്ളപ്പോഴും? കുട്ടിയായിരുന്നു. നല്ല കുട്ടിയായിരുന്നു. ആ ഫോട്ടോ ഒക്കെ കിടപ്പുണ്ട്. അപ്പോൾ ആ സമയത്ത് ടോവിനോ ചേട്ടൻ ആദ്യമായിട്ട് ഫിലിം ഇൻഡസ്ട്രി സോർട്ട് ഓഫ് ഇതിൽ കയറാൻ വേണ്ടി വന്ന സമയം. ആ സമയത്ത് നിക്കി ഗിൽറാണി ഉണ്ടായിരുന്നു. അവരുടെ ഒപ്പമായിരുന്നു, അവരുടെ മോളായിട്ടായിരുന്നു ഞാൻ ചെയ്യേണ്ടത്. ഇവരുടെ രണ്ടുപേരും ഒരു ആഡ്. ടോവിനോ ചേട്ടൻ അപ്പം വേറെ ഫിലിംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ ആ സമയത്ത്? സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഫിലിംസ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ അച്ഛനായിട്ടായിരുന്നു അഭിനയിക്കണം. ഞാൻ ചെയ്യില്ല. ഞാൻ കരഞ്ഞു. അവിടെ ഞാൻ കരഞ്ഞു. മൊത്തം ഫുൾ ഡേ ആയിരുന്നു എനിക്ക് ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞു. എന്താന്ന് എനിക്കും അറിയില്ല. കരഞ്ഞു. എന്തിന്റെ അഡ്വർടൈസ്മെന്റ് ആയിരുന്നു അത്? ഒരു ക്ലിക്ക് ഓൺ എന്ന് പറയുന്ന ഒരു അയൺ ബോക്സ് ഓർ സംതിങ് ഓഫ് ദാറ്റ്. ഓക്കെ. കരഞ്ഞു. ഇരുന്ന് കരഞ്ഞു. ഇവരൊക്കെ എന്നെ ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കുകയായിരുന്നു. കരയാതിരിക്കും മോളെ, കരയാതിരിക്കും മോളെ. പിന്നെ അതിനകത്ത് ആ ഒരു അഡ്വർടൈസ്മെന്റിലുണ്ട് ടോവിനോ ചേട്ടൻ എന്നെ ചിരിപ്പിക്കാൻ വേണ്ടി ഓരോന്നേന്ന്. അതൊക്കെ സത്യമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ഒന്നും അഭിനയല്ലായിരുന്നു. അതിനുശേഷം ടോവിനോ ചേട്ടൻ ഇത്രയും വലിയ സംഭവമായി കഴിഞ്ഞപ്പോൾ, ഇത്രയും വലിയൊരു ആക്ടർ ആയി കഴിഞ്ഞപ്പോൾ ഇപ്പൊ ആലോചിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ എന്നാലും ടോവിനോ ചേട്ടനോടാണല്ലോ അഭിനയിക്കത്തില്ല എന്ന് പറഞ്ഞ് കരഞ്ഞെന്ന് ആലോചിക്കുന്നുണ്ട്. ആ കുട്ടിയായിട്ട് കണ്ടത് വെച്ചിട്ടാണോ ടോവിനോക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ടായിരുന്നു കണ്ടപ്പോൾ? എനിക്ക് തോന്നുന്നു അന്ന് ഞാൻ കൊടുത്ത ഒരു എക്സ്പീരിയൻസിലായിരുന്നു. ഉപദ്രവിച്ചോ? ആദ്യത്തെ എക്സ്പീരിയൻസ് തന്നെ നന്നായിട്ട് ഉപദ്രവിച്ച് ഞാൻ കൊടുത്തത്. എന്താ ചെയ്യാ? ഇടിക്കുവോ, അടിക്കുവോ, അടിക്കുന്നു. കരഞ്ഞു. ഞാൻ ഇരുന്ന് കരഞ്ഞു. അവിടെ ഒരു ഷൂട്ട് കിടക്കാൻ ഞാൻ സമ്മതിച്ചില്ല. അടിപൊളി. പിന്നെ ഞാൻ അടുത്ത ഇനി വരുന്നത് ഫ്യൂച്ചർ പ്ലാൻ സംഭവങ്ങളിലേക്കാണ്. ഐ മീൻ ഒരു സെഗ്മെന്റ് പോലെയൊന്നും ഞാൻ പറയുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഇനി ഭാവിയിൽ അഭിനയിക്കുമ്പോൾ ഇപ്പോൾ കുറേ പേരുടെ മോളൊക്കെ ആയിട്ട് അഭിനയിച്ചല്ലോ. അപ്പോൾ ഇനി ഭാവിയിൽ ആക്ട് ചെയ്യുമ്പം സെയിം കൈൻഡ് ഓഫ് റോൾ ആണെന്നുണ്ടെങ്കിൽ, മോളായിട്ടൊക്കെയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ആരായിരിക്കും അച്ഛനായിട്ട് വരാൻ ആഗ്രഹം?
അയ്യോ എനിക്ക് എല്ലാവരുടെയും കൂടെ അഭിനയിക്കണം. അല്ല, അച്ഛൻ ക്യാരക്ടർ ചെയ്യാൻ എനിക്ക് ഇന്നാളുടെ മോളായിട്ട് അഭിനയിച്ചാൽ ഇപ്പൊ നമ്മൾ കാണാറുണ്ട് ഭയങ്കര വൈബായിട്ടുള്ള അച്ഛൻ ക്യാരക്ടേഴ്സൊക്കെ, അതൊക്കെ വെച്ചിട്ട് ഇന്നാളുടെ മോളായിട്ട് അഭിനയിക്കാം. മെജോറിറ്റി ആൾക്കാരുടെയും കൂടെ ഞാൻ മോളായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഓക്കെ, മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചുണ്ട്. ഉണ്ട്, മമ്മൂക്കയുടെ മോളായിട്ട് അഭിനയിക്കണം എന്താ മോളായിട്ടോ? ആ ഓക്കെ ഫൈൻ. ഒരു ഫോർ എക്സാമ്പിൾ ഒരു കോളേജ് ബേസ്ഡ് മൂവി, ദുർഗയാണ് മെയിൻ ലീഡിങ് ആക്ട്രസ്, ഒരു ഫ്രണ്ട് ക്യാരക്ടറും കൂടെ ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്, ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് പ്ലേസ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു ആക്ട്രസ് ആരായിരിക്കും? ഓ അങ്ങനെ ചോദിക്കില്ലേ. സിസ്റ്റർ, ഓക്കെ, ചേച്ചി. ചേച്ചിയോ? ഐ ലൈക്ക് മമിത ബൈജു a lot. Okay. I like her character also. Like as a person. Apart from being an actress, I like her as a person also. Okay. എന്താ ഇഷ്ടമുള്ള എന്താ മമിത ബൈജു? വെരി ഒരു നമ്മളൊരു ഹെഡ് വെയിറ്റ് അതില്ലാത്ത ഒരാളാണ്, പാവമാണ്. ഓക്കെ, അപ്പൊ മമിത കൂടെ ഇപ്പം സിസ്റ്റർ ആയിട്ടോ ഫ്രണ്ട് ആയിട്ടൊക്കെ ആണെങ്കിൽ ഓക്കെയാണ്. ഓക്കെ, ദെൻ അമ്മയുടെ ക്യാരക്ടറോ? അമ്മയുടെ ക്യാരക്ടറോ അങ്ങനെയൊന്നും എനിക്ക് അറിയില്ല ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന്. വാണി വിശ്വനാഥ്. അതൊരു നല്ല ഓപ്ഷൻ ആണല്ലോ, നമ്മൾ നേരെ അത്രയും ചിന്തിച്ചു പോകത്തില്ല. ഓക്കെ, ഗുഡ്, കൊള്ളാം. അമ്മ ഇരിക്കുന്നു എന്നാലും ലൈക്ക് ഹർ. ഞങ്ങളുടെ ഫാമിലിയിൽ എല്ലാവർക്കും ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു നമ്മൾ എപ്പോഴും മെയിൽ പ്രൊട്ടാഗനിസ്റ്റ് ആയിട്ട് കാണുന്ന ഒരു സംഭവത്തിൽ നിന്ന് മാറി ചെയ്ത ഒരാളാണ്. അതെ അതെ, നമ്മൾ പെട്ടെന്ന് അത്രയും ചിന്തിച്ചു പോകാത്തതുകൊണ്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ട്രസ് ആണ്. പിന്നെ ഡെഫിനറ്റ്ലി അമ്മ ഇരിക്കുന്നെങ്കിലും ഞാൻ ചോദിക്കട്ടെ, ലവർ ക്യാരക്ടർ? ലവർ ക്യാരക്ടർ ആഫ്റ്റർ ഓൾ ഇറ്റ്സ് എ മൂവി. എനിക്ക് ഇപ്പോൾ ഉള്ളത് ഐ ലൈക്ക് സന്ദീപ് പടക്കളം. സന്ദീപിന് കുറേ ഫാൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഇൻസ്റ്റഗ്രാം ഒക്കെ എടുത്തു കഴിഞ്ഞാൽ സന്ദീപിന്റെ ക്രഷ് ആയിട്ടുള്ള റീൽസ് ആണ് ഫുള്ള് കാണുന്നത്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിരുന്നു. അതെ, ഫാലിമിയൊക്കെ കണ്ടപ്പോൾ ആ സമയം തൊട്ട് ഭയങ്കര നല്ലൊരു ആക്ടറാണെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ട് ആ സമയം തൊട്ട്. അതുകൊണ്ട് സന്ദീപിന്റെ കൂടെ പേരൊക്കെ ചേരും കേട്ടോ നിങ്ങൾ. നല്ല രസമായിരിക്കും ചെയ്യുവാണെന്നുണ്ടെങ്കിൽ. ലൈക്ക് ഭയങ്കര ഭംഗിയുണ്ടാവും. മമിതയുടെ കാര്യം പറഞ്ഞപ്പോഴും ഞാൻ പെട്ടെന്ന് ഓർത്തു, അതും കുറച്ച് ചേരും, നല്ല രസമുണ്ടായിരിക്കും. ഏതെങ്കിലും ആക്ട്രസിന്റെ കട്ട് ഉണ്ടെന്നൊക്കെ, ഫേസ് കട്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അച്ഛൻ എന്നോട് പണ്ട് പറയുന്നത് സുമലത എന്ന് പറഞ്ഞിട്ടുണ്ട്. സുമലതയുടെ ചായ ഉണ്ടെന്ന് പറയാറുണ്ട്. പിന്നെ മീര ജാസ്മിന്റെ കൂടെ ചെയ്തപ്പോ മീര ജാസ്മിന്റെ മോളായിട്ട് ഞാൻ ചെയ്തത്. ആ സമയത്ത് മീര ജാസ്മിന്റെ കട്ട് ഉണ്ടെന്നിട്ട് ഞാൻ ആരുടെ കൂടെ അഭിനയിക്കുമ്പോഴും അവരുടെ കട്ട് ഉണ്ടെന്ന് പറയാറുണ്ട്. കട്ടുണ്ടെന്ന് പറയാറുണ്ട്. മീര ജാസ്മിന്റെ എനിക്കിപ്പോ തോന്നി പറഞ്ഞു വന്നപ്പം അത് ഞാൻ കുറെ കണ്ടിട്ടുണ്ട്. മീര ജാസ്മിന്റെ ഒരു കട്ടുണ്ടെന്നുള്ളത് എനിക്കും ഇപ്പോഴും തോന്നി. ഈ ഫാമിലിയിൽ വേറെ ആർക്കെങ്കിലും ഈ പറഞ്ഞ ഫിലിം ഇല്ലെങ്കിൽ മീഡിയ റിലേറ്റഡ് കണക്ഷൻസ് ഉണ്ടോ? കാര്യം കുഞ്ഞിലേ മുതലേ സിനിമയും ആൽബം അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ ചെയ്തു വരുന്നു. അപ്പൊ അച്ഛൻ അമ്മ ആർക്കെങ്കിലും ബാക്ക്ഗ്രൗണ്ടോ ഫിലിം അങ്ങനെ ആർക്കെങ്കിലും? അമ്മയുടെ ഫാമിലി ഫുൾ ഡിഫൻസ് ആണ്, ഇന്ത്യൻ ഡിഫൻസ്. അച്ഛന്റെ ഫാമിലിയിലാണെങ്കിലും ആരും ഇല്ല അങ്ങനെ ഫിലിമില് ഇല്ല. പക്ഷെ അമ്മയുടെ ഫാമിലിയിൽ കുറെ പേര് ഈ ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. ഇൻ ദ സോർട്ട് ലൈക്ക് ഡാൻസ് ആർട്ട്, കണ്ടംപററി ആർട്ട്, തിയേറ്റർ ആർട്ടിസ്റ്റ് അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടായിരുന്നു. കിട്ടിയതായിരിക്കും. അല്ല, തീരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഫിലിംസിലൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയ്ക്കും അതിലൊരു ഇൻട്രസ്റ്റ് കൂടുതലുണ്ടാവുമല്ലോ, അപ്പോഴായിരിക്കുമല്ലോ കൊണ്ടുപോകാം. ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല, എനിക്കൊരു താല്പര്യം ഉണ്ടെന്ന് തോന്നിയപ്പോൾ ആ ഒരു ദാറ്റ് സംതിങ്. ചില പാരൻസ് ഇത് കാണാൻ വിട്ടുപോകുന്ന സംഭവമാണ് എൻ്റെ പാരൻസ് കണ്ടുപിടിച്ചു. ലൈക്ക് എനിക്ക് അതിലൊരു ടാലന്റ് ഉണ്ട്, അപ്പോൾ അത് ഇൻകൾക്കേറ്റ് ചെയ്ത് കൊണ്ടുവരണം അവർക്ക് തോന്നി. അവർ അത്രയും സപ്പോർട്ടായിട്ട് നിന്നു, അതുകൊണ്ട് തന്നെ ഇവിടം വരെ എത്തി. ഓക്കെ, ദിലീപ് ഏട്ടനായിട്ടുള്ള ഏതെങ്കിലും മെമ്മറീസ് ഓർമ്മയുണ്ടോ? ദിലീപ് ഏട്ടനായിട്ട് മെമ്മറീസേ ഉള്ളൂ. ആണോ? 2 ഫിലിം ചെയ്തല്ലോ ദിലീപ് ഏട്ടനോട്, അപ്പൊ 2ലും എനിക്ക് കുറെ മെമ്മറീസ് ഉണ്ട്. ആക്ച്വലി എൻ്റെ ഒരു അച്ഛനായിരുന്നു. എത്ര അച്ഛന്മാരിട്ടോട്ട്? അച്ഛന്മാരേ ഉള്ളൂ. ആണല്ലേ, കൊറേ പേരുണ്ടല്ലേ. അച്ഛൻ തന്നെ എന്ന് പറയാം. ഷൂട്ടിംഗ് ലൊക്കേഷന്റെ ടൈമിലാണ് എന്റെ മുടി പിന്നിത്തരും, ഭക്ഷണം വാരിത്തരും, ദിലീപേട്ടൻ ഇതെല്ലാം ചെയ്തു തരും. പിന്നെ എനിക്ക് അവിടെ ഞാൻ ഈ സൗണ്ട് തോമയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഞാൻ ജോഷി അങ്കിളാണ്, ജോഷി സാറാണ് ഈ അവതാരം ഡയറക്റ്റ് ചെയ്തിരുന്നത്. ജോഷി സാറിൻ്റെ അടുത്ത് പൊതുവെ ആരും അങ്ങനെ സംസാരിക്കാറില്ല, അങ്ങനെയാണ് അച്ഛൻ പറഞ്ഞത്. ആരും അങ്ങനെ മിണ്ടത്തില്ല, ഹീസ് സോർട്ട് ഓഫ് ഷോർട്ട് ടെമ്പേർഡ്. അപ്പോൾ ദിലീപേട്ടൻ എന്തോ ഒരു സീൻ, പമ്പ് എന്തോ ശരിയാക്കുന്ന സീൻ, ആ സീൻ അങ്ങനെ വർക്കായില്ല, പമ്പിന് എന്തോ പ്രശ്നം മതി. എനിക്ക് 3 ടേക്ക് കഴിഞ്ഞ് ചെയ്യാൻ പറ്റില്ല. ഞാൻ അങ്ങനത്തെ ഒരാളാണ്, എനിക്ക് 3 ടേക്ക് കഴിഞ്ഞ് ചെയ്യാൻ പറ്റില്ല. ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ. 3 ടേക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ജോഷി സാറിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ആദ്യം ദിലീപേട്ടനോട് ശരിയാക്കാൻ പറയുന്നിട്ട് ഞാൻ ശരിയാക്കാം അങ്ങനെയൊക്കെ പറഞ്ഞു.
എന്നിട്ട് എങ്ങനെ റെസ്പോണ്ട് ചെയ്തു അവര്? അവരെല്ലാരും ചിരിച്ചു കളഞ്ഞു. ദിലീപേട്ടൻ അത് കഴിഞ്ഞപ്പോ അച്ഛൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞു എന്ന്. ആദ്യമായിട്ടാ ജോഷി സാറിന്റെ അടുത്ത് ആരെങ്കിലും ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഒന്ന് പറയുന്നു. തിരിച്ചു അമ്മേ കൊള്ളാലോ. പിന്നെ ദിലീപേട്ടൻ യെസ് എനിക്കൊരു അച്ഛൻ തന്നെയായിരുന്നു ആ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഫുള്ള് എടുത്തോണ്ട് നടക്കുക. ഇപ്പൊ കോണ്ടാക്ട് ഇല്ലേ? ഉണ്ട് അച്ഛനും കോണ്ടാക്ട് ഉണ്ട്. അച്ഛൻ കുട്ടിയാണോ അമ്മ കുട്ടിയാണോ? കൂടുതൽ അച്ഛൻ എന്നാ പറയാ കൂടുതലും, കാരണം അച്ഛനാണ് കൂടുതൽ ഇവരായിട്ട് കണക്ഷൻസ് ഉള്ളത്. ലൊക്കേഷനിൽ കൂടുതലും വരുന്ന അച്ഛൻ. അത് രണ്ടുപേരും വരും. പൃഥ്വിരാജ് ആയിട്ടുള്ള എന്തെങ്കിലും മെമ്മറീസ് ഓർമ്മയുണ്ടോ? പൃഥ്വിരാജ് അങ്കിളായിട്ട് എനിക്കൊരു ഓർമ്മ എന്ന് പറയാനാണെങ്കിൽ കുറെ ഇംഗ്ലീഷ് മാത്രമേ എനിക്ക് ഓർമ്മയുണ്ട് നന്നായിട്ട്. ഷൂട്ടിംഗ് ലൊക്കേഷനിലാണല്ലോ. ബിക്കോസ് ഞാൻ ചൈൽഡ്ഹുഡ് ക്യാരക്ടറാണ് ചെയ്തത്. വിമാനത്തില് ദുർഗ ചേച്ചി, അതും ദുർഗ ചേച്ചിയുടെ ചെറുപ്പമായിരുന്നു ഞാൻ ചെയ്തിരുന്നത്, ഇറുക്കി ചേട്ടൻ്റെ ഒക്കെ കൂടെ. അപ്പോൾ അങ്ങനെ ഒരു ഓർമ്മകളുള്ളൂ. പൃഥ്വിരാജ് അങ്കിളായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, കുറച്ച് സംസാരിച്ചു. അല്ലാതെ ഇംഗ്ലീഷ് വേർഡ്സ് ഇത്രയും ഓർക്കാൻ കാരണം ലാംഗ്വേജ് ഭയങ്കര ഒരു സംഭവമാണ്. എനിക്ക് ഈ ലാംഗ്വേജ് നന്നായിട്ട് സംസാരിക്കുന്നത് ഞാൻ ഭയങ്കരമായിട്ട് നോട്ട് ചെയ്യും. ഐ ലൈക്ക് പീപ്പിൾ ഹു ആർ വെരി യുനോ കമ്മ്യൂണിക്കേഷൻ നന്നായിട്ട് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, എൻ്റെ അടുത്ത് നേരത്തെ ഞാൻ ചോദിച്ചപ്പം ഗുഡ് ഹ്യൂമൻ ബീങ് എന്ന് പറഞ്ഞത് ദിലീപേട്ടനെ പറഞ്ഞു. പിന്നെ പറഞ്ഞത് ലൈക്ക് നൈസ് ഹ്യൂമൻ എന്ന് പറഞ്ഞ ഷർഫുദ്ദീനെ ഞാൻ തോന്നുന്നു അല്ലേ? ഗ്രേറ്റ് ആക്ടർ അങ്ങനെ പറഞ്ഞു. അപ്പൊ ഷർഫുദ്ദീനായിട്ടുള്ളൊരു മെമ്മറി ചിൽഡ്രൻസ് പാർക്ക് എന്ന് പറയുന്ന മൂവിയിലായിരുന്നു കണ്ടത്. അതിനും എന്നെ അവരെ അവിടെ ഇവിടെ വെച്ച് കൊണ്ടുവന്നതാണ്. ഇങ്ങോട്ടൊന്ന് വിളിച്ച് വരുന്നതാണ്. ഞാൻ ഇതുവരെയായിട്ട് ഓഡിഷനിൽ കയറിയിട്ടില്ല. ഇവിടെ ഇത്രയും ഫിലിംസ് ഇതൊന്നും ചെയ്ത് ഓഡിഷൻ അറ്റൻഡ് ചെയ്തിട്ടല്ല? ഓഡിഷൻ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ അല്ല എല്ലാം ഒരു അഡ്വർടൈസ്മെന്റ് കഴിഞ്ഞ് അടുത്ത അഡ്വർടൈസ്മെന്റ് എല്ലാരും കണ്ടു വിളിക്കുന്ന. ഇപ്പൊ ഇൻസ്റ്റ സ്റ്റാർട്ട് ചെയ്തില്ലേ? ഇപ്പൊ കൂടുതൽ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോഴും തോന്നിയിട്ടില്ല നേരത്തെ ആകാമായിരുന്നു അങ്ങനെയൊന്നും? ഇല്ല, എല്ലാത്തിനും അതിന് സമയമില്ലേ? സമയമുണ്ട്. ഡയലോഗ് ഒക്കെ അറിയാം, സിനിമ പേര് മാത്രമേ ഉള്ളൂ മറവി. ഞാൻ അങ്ങനത്തെ ഒരാളാണ്. ബിക്കോസ് എല്ലാത്തിനും ഞാനിപ്പോ നേരത്തെ സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിലും ചിലപ്പോൾ ആൾക്കാർ എന്നെ ആ സമയത്ത് റെക്കഗ്നൈസ് ചെയ്തൊന്നിരിക്കില്ല. ഒരു സോർട്ട് ഓഫ് ഒരു ടൈം പീരീഡ് ആയപ്പോഴത്തേക്കുമാണ് ഞാൻ കുറച്ചുകൂടി ഒന്ന് മെച്യൂറായി, എനിക്ക് ഇതിനെക്കുറിച്ചൊക്കെ അറിയാനുള്ളൊരു പ്രായമായി എന്ന് എനിക്ക് തോന്നി. ആക്ച്വലി ദുർഗ ഭയങ്കര മെച്ചുവേർഡ് ആണ്. ഈ പറയുന്ന കുട്ടിത്തരം കുറുമ്പ് സംഭവങ്ങളൊക്കെ പണ്ട് ഉണ്ടായിരുന്നെങ്കിൽ പറയെങ്കിലും ഇപ്പൊ സംസാരിക്കുമ്പോൾ ദ വേ യു കമ്മ്യൂണിക്കേറ്റ് ഭയങ്കര ഡിഫറൻസ് ആണ്. ഒരു നല്ലൊരു മെച്ചുവേർഡ് ആയിട്ടുള്ള, ഡെഫിനറ്റ്ലി പ്ലസ് 1 പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനോട് സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നില്ല. ശരിക്കും നല്ല എക്സ്പീരിയൻസ് ഉള്ള മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു ആക്ട്രസിനോട് സംസാരിക്കുന്ന അതേ രീതിയിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പറഞ്ഞു ആരെങ്കിലും പറഞ്ഞു? ഞാൻ TEDx ടോക്കിന് പോയിരുന്നു. ഞാൻ ഫോട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. You sound like a 26-year-old. Yeah, definitely. ഭയങ്കര മെച്ചൂർഡ് ആണ് ടോക്സിൽ. ഭയങ്കര എന്താ ക്ലാരിറ്റി ഉണ്ട് ഇൻ യുവർ പോയിന്റ്സ്. അത് കൊള്ളാൻ കേട്ടോ. പക്ഷെ ഡെഫിനറ്റ്ലി ഗുഡ്, നല്ല കാര്യമാണ്. ഹ്യൂമാനിറ്റീസ് ചൂസ് ഹ്യൂമാനിറ്റീസ്. അതെ, ചൂസ് ഹ്യൂമാനിറ്റീസ്. ഞാനും പറയും ചൂസ് ഹ്യൂമാനിറ്റീസ്. ഓക്കെ, ദെൻ നമുക്ക് അടുത്തൊരു സെക്ഷനിലോട്ട് പോവാം. ഓക്കെ, അപ്പം നമുക്ക് ദുർഗയ്ക്ക് അടുത്തൊരു കുട്ടി ടാസ്കിലേക്ക് പോവാം. ഇത് ഞാൻ പ്ലാൻ ചെയ്ത ടാസ്ക് ഒന്നും അല്ലായിരുന്നു. പക്ഷെ ആദ്യം തന്നെ പറഞ്ഞില്ല, വലിയ അഭിനയിക്കുന്നതൊക്കെ ആണെങ്കിൽ ഞാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അഭിനയിപ്പിക്കാതെ വിടാൻ പറ്റില്ല. ഓക്കെ, അപ്പം വളരെ സിമ്പിൾ ആയിട്ടുള്ള ടാസ്ക്കാണ്. ഇത്രയും നേരം പറഞ്ഞ ലാലേട്ടനെ ഉപദ്രവിക്കുകയും ലാലേട്ടൻ്റെ ഫോൺ തല്ലി പൊട്ടിക്കുകയും ഒക്കെ ചെയ്ത പുലിമുരുകനിലെ ലാലേട്ടൻ്റെ ക്യാരക്ടർ ജസ്റ്റ് ഒന്ന് ചെയ്ത് കാണിക്കണം. അത്രേ ഉള്ളൂ. ലാലേട്ടൻ്റെ ക്യാരക്ടർ ഡയലോഗ് ഒന്നും എനിക്ക് ഓർമ്മയില്ല. അതിപ്പോ എനിക്ക് ഓർമ്മയില്ല. ലാലേട്ടൻ മൈനെ ആ ഒരു വിളി മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. മതി, എന്തായാലും മതി. ക്യാമറ ഫേസ് ചെയ്ത് ചെയ്തോ. എന്താ മുന്നേ ഇത്രയൊക്കെ എനിക്ക് പറ്റുള്ളൂ. ഓക്കെ, ഇത് നമുക്കൊരു സൗണ്ട് തോമയാണെങ്കിലോ? ഹലോ, സുഖല്ലേ? എന്നെക്കൊണ്ട് പണി നാളെ എനിക്ക് ട്രോള് വരും. ഇതിലൊക്കെ ഇപ്പൊ എന്ത് ട്രോള് വരാൻ? അതെന്നുള്ളൊരു പ്രശ്നമുള്ള കാര്യമേ അല്ല. എഡിറ്റേഴ്സ് എന്നെ ട്രോൾ ചെയ്യുന്നത്. വേറെ ഏതെങ്കിലും ലൈക്ക് ഇഷ്ടം ഞാൻ ചോദിച്ചില്ല നേരത്തെ, ഇഷ്ടമുള്ള ആക്ട് ചെയ്യാൻ ഇഷ്ടമുള്ള ഇമോഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ഭയങ്കര കരയുന്ന ആളാണ്. കരയാത്ത ആളാണ്, പക്ഷെ എൻ്റെ മിക്ക സംഭവങ്ങളിലും ഞാൻ തൊടുന്നതിനും എന്നെ കരയും. ഞാനിപ്പോ പറഞ്ഞാലോ, സ്വിച്ച് ഇട്ട് പോലെ അറിയും. കരഞ്ഞോ? കരയണോ? വെയിറ്റ്, നോക്കല്ലേ. എടാ ശരിയാട്ടാ, കണ്ണു നിറഞ്ഞ്. അത് എനിക്ക് തിരിച്ചെടുക്കാനും പറ്റും. തിരിച്ചെടുക്കാനും പറ്റും. ഇതെങ്ങനെ സ്വിച്ചിട്ട് പോലെ കരയാൻ പറ്റുക? എന്തെങ്കിലും ആലോചിക്കുമോ അപ്പോ? ഇല്ല, ഞാൻ അങ്ങനെയാണ്.
സീരിയലൊക്കെ ട്രൈ ചെയ്തപ്പോൾ ഭയങ്കര എളുപ്പമായിരിക്കും കേട്ടോ അവർക്ക്. മറ്റേ കൂടുതലും കുറെ കരയുന്ന സീക്വൻസ് ഒക്കെ ഉണ്ടല്ലോ, ഗ്ലിസറിനൊന്നും വളരെ സിമ്പിളായിട്ട് കരയാൻ പറ്റും. അത് പോയി മാജിക്. എന്തെങ്കിലും കാര്യത്തിന് വീട്ടിൽ കരഞ്ഞു കാണിക്കുവാണെങ്കിൽ വിശ്വസിക്കരുത്, അത് സങ്കടം കൊണ്ടുള്ള കരച്ചിലല്ല. കുറെ കാണാറുണ്ട്. അയ്യോ ഇത് ഞാൻ പക്ഷേ ഞെട്ടിപ്പോയിട്ടോ. ഇപ്പം ഈ സനുഷ അല്ലെങ്കിൽ കാവ്യമധവനൊക്കെ മറ്റിങ്ങനെ ചൈൽഡ് ആർട്ടിസ്റ്റായിട്ടൊക്കെ വന്നിട്ട് പിന്നെ അങ്ങനെ കയറി കയറി വന്നതാണല്ലോ. അപ്പം അങ്ങനെയുള്ളതിൽ ഏറ്റവും ഇഷ്ടം ആരെയാ? ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് വന്ന അങ്ങനെ എല്ലാവരും ഇഷ്ടം, ഒരാളെ മാത്രമായിട്ട് എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല, പറയാനില്ല. ഓക്കെ, ഇതിന് മുന്നേ ഞാൻ പറഞ്ഞു കേട്ടായിരുന്നു ഏറ്റവും ഇഷ്ടമുള്ള ആക്ടർ ആരാന്ന് വെച്ചപ്പോൾ ലാലേട്ടനാന്ന് പറഞ്ഞു. ലാലേട്ടൻ അല്ലാതെ ഒരാളുടെ പേര് പറയാൻ പറഞ്ഞ മമ്മൂക്ക. ലാലേട്ടൻ മമ്മൂക്ക അല്ലാതെ ലാലേട്ടൻ മമ്മൂക്ക അല്ലാതെയോ? എനിക്ക് ടോവിനോ ചേട്ടനെ നന്നായിട്ട് ഇഷ്ടമാണ്, ദുൽഖറിനെ ഇഷ്ടമാണ്, എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്. ഒരാളായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം ഇവർക്കൊക്കെ ഒരു സ്പെസിഫിക് ജോണറിൽ ഇവരെനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടമാണ്. ലൈക്ക് ഒരു സ്പെസിഫിക് മൂവിയിലായിരിക്കും എനിക്ക് ചിലപ്പോൾ ഇവരിഷ്ടം, അങ്ങനെ ഒരു രീതിയിലാണ്. ഓക്കെ, അങ്ങനെ ഒരു പർട്ടിക്കുലർ ആയിട്ടല്ല, ഒരു ഫിലിംസ് കാണുമ്പോൾ അങ്ങനെ. ഓക്കെ, ഇപ്പോൾ ഈ കുട്ടിയായിട്ട് ഇപ്പം വരുന്ന നമ്മൾ ആക്ടിങ് കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ നോക്കേണ്ടി വരില്ലേ? ചെയ്യാറുണ്ടോ? ഇല്ല, അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ സ്കിന്നിൽ വന്നിട്ടുണ്ട്. സോ ഡെർമറ്റോളജിസ്റ്റിനൊക്കെ കണ്ട് എന്തൊക്കെ ആവുന്നുണ്ട്. മെഡിസിൻസ് ഒക്കെ എടുക്കുന്നുണ്ട്? ഇല്ല, ജസ്റ്റ് ആഗ്നി എന്ന് പറയുന്നൊരു സംഭവം എനിക്ക് നന്നായിട്ട് വരും. സോ എനിക്ക് ചൂട് പറ്റില്ല ഒട്ടും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി ഫ്യൂച്ചറിലേക്ക് ഒരുപാട് ലക്ഷ്യങ്ങളും അംബിഷൻസും ഒക്കെ ഉള്ള ഒരാളാണ് ഇരിക്കുന്നത്. ഫിക്സഡായിട്ടൊരു പ്ലാൻ ഉണ്ട് എന്താണ് ഇനി മുന്നോട്ട് പോകുന്നത് എന്നുള്ളത്. അത് ചിലപ്പം ഈ ഒരു ഏജിൽ എല്ലാവർക്കും ഉള്ളൊരു സംഭവമല്ല. ഇന്നത് പഠിക്കണം, ഈ ഒരു നല്ല പ്രോജക്റ്റ് വരുവാണെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ. കറക്റ്റ് ഒരു ചോയ്സ് ഉണ്ട് എല്ലാത്തിലും. അതങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകട്ടെ. ആ ഒരു കുട്ടി ചക്കിയെ ഇങ്ങനെ വലിയ കുട്ടിയായിട്ട് കാണാൻ പറ്റിയതിൽ ഞങ്ങൾക്കും സന്തോഷം. ഇനിയിപ്പോൾ ഇൻസ്റ്റയിലൊക്കെ കുറച്ച് ആക്റ്റീവ് ആയിരിക്കത്തില്ലേ? നോക്കണം. ഓ, സ്റ്റാർട്ട് ചെയ്തല്ലേ, +1 ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, എന്നാലും ഇൻ ബിറ്റ്വീൻ ലീവ് ഒക്കെ വരുമ്പോൾ വെക്കേഷൻ ഒക്കെ വരുമ്പോൾ നമുക്ക് ആക്റ്റീവ് ആകാം. ഓക്കെ, എന്തായാലും ഡെഫിനറ്റ്ലി ഇനി പറഞ്ഞ പോലെ തമിഴ്, പറഞ്ഞ മലയാളം ഇഷ്ടമുള്ള ലാംഗ്വേജസിലൊക്കെ നല്ല നല്ല ക്യാരക്ടേഴ്സൊക്കെ ചെയ്യാൻ പറ്റട്ടെ, അത് ഞങ്ങൾക്കും കാണാൻ പറ്റട്ടെ. ആൻഡ് ഓൾസോ സിവിൽ സർവീസ് അതും എടുക്കാൻ പറ്റട്ടെ. അതിനുശേഷം നല്ലൊരു നായികയൊക്കെ ആയി വലിയൊരു നിലയിൽ എത്തിക്കഴിയുമ്പോഴത്തേക്ക് ഞാൻ വീണ്ടും ഇന്റർവ്യൂ ചെയ്യുന്നതായിരിക്കും. സോ ബിഫോർ എനിത്തിങ് എനിക്കൊരു 2 വാക്ക് ജാപ്പനീസിൽ പറഞ്ഞു തരും. അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാപ്പനീസ് ഒക്കെ അറിയാം. ഓക്കെ, ജസ്റ്റ് എന്തെങ്കിലും കൊന്നിച്ചിവ അതൊക്കെ എന്നുവെച്ചാൽ ഹായ്ക്കാണ് ഒത്തിരി വലിയ വാക്ക് പറയുന്നത്. എന്താ പറയാ? കൊന്നിച്ചിവ. പിന്നെ പിന്നെ എല്ലാവർക്കും പിള്ളേർക്കൊക്കെ അറിയാവുന്ന സംഭവം അറിയാത്ത ഗോസൈമാസ്, താങ്ക് യു. ആനിമെ കാണുന്ന മിക്ക കുട്ടികൾക്ക് അറിയാവുന്ന സംഭവം. ഈ ലാംഗ്വേജ് നന്നായിട്ട് അറിയോ വേറെ ഏതെങ്കിലും? ഞാൻ നേരത്തെ എനിക്ക് കൊറിയനൊക്കെ അത്യാവശ്യം അറിയായിരുന്നു. ഇപ്പൊ ഡ്രാമ കണ്ടിട്ടാണോ അല്ലാതെ തന്നെ അറിയാം? അല്ലാതെ എനിക്ക് ഒരു സമയം ഉണ്ടായിരുന്നു, എനിക്ക് ഡ്രാമ അതൊക്കെ ഭയങ്കര ക്രേസ് ആയിരുന്നു, എല്ലാ പിള്ളേർക്കും ക്രേസ് ആയിരുന്ന ഒരു ടൈമിൽ അങ്ങനെ അറിയുന്നതാണ്. ഓക്കെ, ഫൈൻ. അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക്സ് ഫോർ ജോയിനിങ്. താങ്ക് യു.